വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. മറ്റൊരു മേഖലയിലും കാണാത്ത ലൈംഗിക ചൂഷണമാണ് സിനിമാ മേഖലയിൽ എന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഗുരുതര കണ്ടെത്തലിൽ നിയമ നടപടിക്ക് സർക്കാർ നിർബന്ധിതരാകും. റിപ്പോർട്ടിൽ ഇതുവരെ കേസെടുക്കാത്ത പോലീസും ആശയക്കുഴപ്പത്തിലാണ്. റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച സർക്കാർ നടപടി ക്രിമിനൽ കുറ്റമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. റിപ്പോർട്ടിൽ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഡിജിപിക്ക് പരാതി നൽകിയിട്ടുമുണ്ട്. റിപ്പോർട്ടിൽ അമ്മ അടക്കമുള്ള സംഘടനകൾ ഇതുവരെ നിലപാട് പറഞ്ഞിട്ടുമില്ല. വി വി അരുണും ഒപ്പം ഡാനി പോളും ചേരും കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി. ആദ്യം വി വി അരുണിലേക്കാണ്. അരുൺ, അങ്ങനെ 4.5 വർഷത്തിന് ശേഷം വെളിച്ചം കണ്ടിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. നമ്മൾ ഇന്നലെ അത് വിശദമായി ചർച്ച ചെയ്തതാണ്. അത്രമാത്രം ലൈംഗിക ചൂഷണമാണ് സിനിമാ മേഖലയിൽ വനിതകൾക്കെതിരെ നടക്കുന്നതെന്ന് അക്കമിട്ട് പറഞ്ഞിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഏറ്റവും പ്രധാനമായി ഈ ലൈംഗിക ആരോപണത്തിൽ കേസെടുക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ സമ്മർദ്ദത്തിലാണ് സർക്കാർ എന്ന് വേണം പറയാൻ. എന്താണ് നിലവിലെ സർക്കാർ നിലപാട്? എന്തെങ്കിലും അറിയാൻ സാധിച്ചിട്ടുണ്ട്? എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ഭവ്യ, 2019 ഡിസംബർ 31 ഈ റിപ്പോർട്ട് സർക്കാരിന് മുഖ്യമന്ത്രി ആദ്യ പിണറായി മന്ത്രിസഭയുടെ കാലത്താണ് റിപ്പോർട്ട് കൊടുക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന് ഹേമ കമ്മീഷൻ അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തി റിപ്പോർട്ട് കൈമാറിയത്. അതിനുശേഷം 4.5 വർഷത്തിലേറെ പിന്നിടുമ്പോഴും ആ റിപ്പോർട്ടിന്മേൽ അടയിരിക്കുകയായിരുന്നു പിണറായി സർക്കാർ ചെയ്തത്. സാംസ്കാരിക വകുപ്പിന്, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഒക്കെ റിപ്പോർട്ട് പരിശോധിക്കാനും അതിന്മേലുള്ള നടപടി സ്വീകരിക്കാനും അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടൊക്കെയോ സർക്കാർ ആ റിപ്പോർട്ടിന്മേൽ അക്ഷരാർത്ഥത്തിൽ അടയിരുന്നു. ആ റിപ്പോർട്ട് കോൾഡ് സ്റ്റോറേജിലായി എന്ന് തന്നെ പറയേണ്ടി വരും. നിരവധി നിയമ പോരാട്ടങ്ങൾക്ക് ശേഷം, ചില മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ നടത്തിയ നിരവധി നിയമ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് ആ റിപ്പോർട്ട് പുറം ലോകം കണ്ടത്. അങ്ങനെ കാണുമ്പോഴും അത് അതിന്റെ യഥാർത്ഥ റിപ്പോർട്ടാണോ കണ്ടതെന്ന കാര്യത്തിൽ അല്ല എന്ന് തന്നെ മറുപടി പറയേണ്ടി വരും. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ആരാണ് സിനിമാ മേഖലയിലെ വേട്ടക്കാർ? ആരാണ് നിരന്തരം സിനിമാ മേഖലയിൽ കടന്നു വരുന്ന സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നത്? ആരാണ് സ്ത്രീകൾക്ക് ലൈംഗിക ചൂഷണമില്ലാതെ സിനിമാ മേഖലയിൽ തുടരാൻ അനുവദിക്കാത്തത്? അവർ ആരൊക്കെയാണ്? സിനിമാ മേഖലയിലെ വില്ലന്മാർ ആരാണ്? നായകന്മാർ എന്ന് നമ്മൾ കരുതുന്നവരായിരിക്കാം ഒരുപക്ഷെ ഈ വില്ലൻ റോളിൽ ഉണ്ടാകുന്നത്. അവരാരൊക്കെയെന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരമായിട്ടില്ല. കേരളം തേടുന്നത് അതാണ്. സർക്കാർ പറയേണ്ടത് അതാണ്. സാധാരണഗതിയിൽ ഒരു ലൈംഗിക പീഡന പരാതി വന്നാൽ ഇരയുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തരുത്, ഇരയെ തിരിച്ചറിയാവുന്ന ഒന്നും ഉണ്ടാകരുത്. അതിനപ്പുറത്തേക്ക് ആരാണോ ആ പ്രതി ആരാണ്, ആരൊക്കെയാണ് പ്രതി എന്ന കാര്യത്തിൽ തുറന്നു പറയുക തന്നെയാണ് കേരള സമൂഹം ചെയ്യാറുള്ളത്. ആ പ്രതികൾക്കെതിരെയാണ് നടപടിയെടുക്കാറുള്ളത്. നമുക്കറിയാം, കൊച്ചിയിൽ സിനിമാ നടി ആക്രമിക്കപ്പെട്ടപ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നടന്മാരൊരാളായ ദിലീപിനെയാണ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത്. അതൊരു സംഭവം മാത്രമാണ്. അതുപോലുള്ള എത്രയോ സംഭവങ്ങൾ സിനിമാ മേഖലയിൽ നിരന്തരം നടക്കുന്നുണ്ടെന്ന ഗുരുതരമായ കണ്ടെത്തലാണ് ആ റിപ്പോർട്ടിലുള്ളത്. ആ റിപ്പോർട്ടിനെയാണ് സർക്കാർ ഇനിയും നടപടിയെടുക്കാതെ വച്ചിരിക്കുന്നത്. അത് എന്തുകൊണ്ടെന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. സിനിമാ മേഖലയിലെ വിഗ്രഹങ്ങൾ വീണുടയുമെന്ന ഭയമാണോ സർക്കാരിനെ ഇത്തരത്തിൽ ഇപ്പോഴും ഇങ്ങനെ തണുപ്പൻ സമീപനം സ്വീകരിക്കാൻ നിർബന്ധിതരാക്കുന്നത്? സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നവംബറിൽ കോൺക്ലേവ് നടത്തുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറയുന്നു. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുമെന്ന് പറയുന്നു. എങ്ങനെയാണ് ഇത്തരം ആളുകൾ തുടരുന്ന, അവർ വിരാജിക്കുന്ന 15-അംഗ മാഫിയ സംഘം അല്ലെങ്കിൽ പവർ വളരെയധികം അധികാരമുള്ള ശക്തിയുള്ള സംഘങ്ങൾ ഇപ്പോഴും തുടരുന്ന സിനിമാ മേഖല എങ്ങനെയാണ് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്ന ചോദ്യമാണ് സർക്കാർ നേരിടേണ്ടി വരുന്നത്. സർക്കാർ മറുപടി പറയേണ്ടുന്ന അവസരമാണത്. അക്ഷരാർത്ഥത്തിലൊരു കുരുക്കിലേക്കാണ് പിണറായി സർക്കാർ ഈ വിഷയത്തിൽ പോകുന്നത് വേണമെങ്കിൽ പറയാം. കാരണം നടപടിയെടുക്കാതെ മുന്നോട്ട് പോകാനാകാത്ത അവസ്ഥ സർക്കാരിനുണ്ട്. ഈ റിപ്പോർട്ട് എന്തുകൊണ്ട് ഇത്രയും നാൾ പൂഴ്ത്തിവെച്ചു? അതുതന്നെ ക്രിമിനൽ കുറ്റമെന്ന വിമർശനവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നു കഴിഞ്ഞു. ഒരുപക്ഷെ പ്രതിപക്ഷം വരും ദിവസങ്ങളിൽ ഏറ്റെടുക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു വിഷയം, അത് ഏറ്റെടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ അവർക്കെതിരെയും ചോദ്യങ്ങൾ ഉണ്ടാകാം. കാരണം സ്ത്രീ സുരക്ഷയെ ബാധിക്കുന്ന വളരെയധികം ഗ്ലാമറുള്ള ബാധിക്കുന്ന കൃത്യമായ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ. അതിൽ സർക്കാർ നടപടിയെടുത്തേ മതിയാകും. അരുൺ, ദയവായി തുടരുക. എനിക്കൊന്ന് കൊച്ചിയിലേക്ക് പോകണം. അവിടെ ഡാനി പോലുണ്ട്. ഡാനി, ഇതുവരെ ഇന്നലെ നമ്മൾ പ്രതികരണം തേടിയപ്പോൾ അമ്മ സംഘടന അടക്കമുള്ളവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇതൊന്ന് പഠിക്കണം, പഠിച്ചിട്ട് മറുപടി പറയാമെന്നാണ്. പഠിച്ചു കഴിഞ്ഞോ താരസംഘടന അമ്മ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടന പഠിച്ചു കഴിഞ്ഞോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്? എന്തെങ്കിലും പ്രതികരണം വരുന്നുണ്ടോ അവരുടെ ഭാഗത്ത് നിന്ന്? അല്ലെങ്കിൽ ഇപ്പോഴും മൗനത്തിൽ തന്നെയാണോ സംഘടന? ഭവ്യ, അവരുടെ ഭാഗത്ത് നിന്ന് കാര്യമായ രീതിയിലുള്ള ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. ഇന്നലെ നമുക്കറിയാം താരസംഘടനയുടെ ഭാരവാഹികളുടെ പ്രതികരണം ഏത് രീതിയിലുള്ളതായിരുന്നുവെന്ന്.
അവർ നേരത്തെ ഇത് കോടതിയിലിരിക്കുന്ന ഒരു കാര്യം മാത്രമായിരുന്നു. പിന്നീട് അവർ കക്ഷിയല്ലാത്തൊരു കാര്യമായിരുന്നു. ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇവർ പഠിച്ചിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് വരുന്നു. ഇപ്പോഴും ഈ സമയത്തും നമ്മൾ അവരുടെ ഒരു പ്രതികരണത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്. അനുകൂലമല്ല മറുപടി. പലരെയും വിളിക്കുമ്പോൾ പോലും അവർ ഫോൺ ഇതിൽ കാര്യമാത്രമായി സംസാരിക്കുന്നില്ല. പലർക്കും വിവരങ്ങൾ അറിഞ്ഞിട്ടില്ല, തങ്ങളത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ പല രീതിയിലുള്ള മറുപടികൾ പലരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചില യുവതാരങ്ങളുടെ പ്രതികരണങ്ങൾ മാത്രമാണ് ആശാവഹമായിട്ട് തന്നെയുള്ളത്. അതുകൊണ്ട് തന്നെയും ഇതിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, കാരണം ഈ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കണമെങ്കിൽ ആ രീതിയിൽ മാത്രം വിധേയപ്പെടുക എന്നത് മാത്രമാണ് ഏക പോംവഴി എന്ന രീതിയിലേക്ക് പലരുടെയും പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്, അതിൻ്റെ സ്വഭാവം സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ്. നേരത്തെ അരുൺ പറഞ്ഞൊരു സുപ്രധാനമായ ഒരു കാര്യം, പ്രതിപക്ഷത്തിന്റെ ഇത് ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയമാണ്. ഇന്നലെ തന്നെയും അത് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവിന്റെ ആദ്യ പ്രതികരണത്തിൽ തന്നെയുണ്ട് അത്തരം കാര്യങ്ങൾ. കാരണം ഇത് എന്ത് ചെയ്യുകയായിരുന്നു സർക്കാർ? ഇത്ര സുപ്രധാനമായ രേഖകളുണ്ടായിരുന്നു. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ അപമാനിക്കപ്പെടുന്നു എന്ന ഉത്തമമായി ബോധ്യം വന്ന ഒരു റിപ്പോർട്ടാണ് കഴിഞ്ഞ 5 വർഷക്കാലമായി പുറത്തുവിടാതിരുന്നത്. അതിൽ സർക്കാരിന് എന്ത് താല്പര്യമാണ് സർക്കാരിനുള്ളത്? ആര് സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷം തന്നെ ഒന്നടങ്കം ചോദിക്കുന്നു. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ആ രീതിയിലുള്ള ഒരു പ്രതികരണങ്ങൾ ഇവരുടെ ഭാഗത്ത്, പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് സ്വാഭാവികമായി തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ സിനിമാ രംഗത്തു നിന്നുള്ള ഒരു പ്രതികരണം അത്ര കണ്ട ആശാവഹമല്ല. പലരും തന്നെയും പ്രതികരിക്കാൻ മടിക്കുന്നു എന്നത് തന്നെയാണ് ഈ സമയത്തിൽ ഉള്ളത്. ആരും തന്നെ കാര്യമായ രീതിയിലേക്കുള്ളൊരു പ്രതികരണങ്ങളടക്കം പോയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ഇനിയിപ്പോൾ സിനിമാ രംഗത്തു നിന്ന് ഉള്ളവർ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് ആരെങ്കിലും വരുമോ എന്നതുപോലും വളരെ സംശയകരമായ ഒരു കാര്യം തന്നെയാണ്. ഈ സമയത്തും നമ്മൾ ശ്രമിക്കുന്നത് ആരെങ്കിലും ഒരു പ്രതികരണം ഉണ്ടാകുമോ എന്നൊരു അന്വേഷണം മാത്രമാണ് ഇപ്പോഴും നിലകൊള്ളുന്നത്. ഭവ്യ, തീർച്ചയായും അതാണ് ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി ഈ നിമിഷം വരെ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ മൗനത്തിലാണ് താരസംഘടന അമ്മ എന്ന് പറയേണ്ടി വരും. ഇന്നലെയുള്ള പ്രതികരണത്തിൽ നമ്മൾ കേട്ടതാണ്. സിദ്ദിഖ് അടക്കം പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരുപാട് പേജുകളുണ്ട്, ഞങ്ങൾക്ക് ആ പേജുകൾ പഠിച്ചതിന് ശേഷം മാത്രമേ മറുപടി നൽകാൻ സാധിക്കുകയുള്ളൂ. അതുമാത്രമല്ല, ഇപ്പോൾ നടക്കുന്നത് അമ്മയുടെ ഒരു ഷോ നടക്കുന്നുണ്ട്, ആ ഷോയ്ക്കാണ് പ്രാധാന്യം എന്നടക്കം ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പറയുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഇത്രമാത്രം ക്രിമിനൽ കുറ്റം നടന്ന ഒരു സംഭവങ്ങൾ എണ്ണി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന സാഹചര്യത്തിൽ പോലും പറയുകയാണ് ഇപ്പോൾ ഒരു ഷോ നടക്കുകയാണ്, ആ ഷോയ്ക്കാണ് പ്രാധാന്യം കൊടുത്തതിന് ശേഷം ഞങ്ങൾ മറുപടി പറയാമെന്ന്. എപ്പോഴെങ്കിലും പഠിച്ചിട്ട് ഒരു മറുപടി അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വി അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഏറ്റവും പ്രധാനമായി നമ്മൾ പറഞ്ഞു വെച്ചത് നടന്നത് ക്രിമിനൽ കുറ്റമാണ്, അല്ലെങ്കിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതും ക്രിമിനൽ കുറ്റമാണ് എന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു. ക്രിമിനൽ കുറ്റം അതെവിടെ നടന്നാലും കേസെടുക്കാൻ കഴിയില്ലേ എന്നത് ഒരു സാധാരണക്കാരൻ പോലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ ഇതാ ഈ ക്രിമിനൽ കുറ്റത്തിന് ഒരുപക്ഷെ കേസെടുക്കണമെങ്കിൽ അതിന് ആധാരമായ മൊഴികളുണ്ട്, ആധാരമായ വീഡിയോ ഓഡിയോ തെളിവുകളുണ്ട് കമ്മിറ്റിയുടെ പക്ഷം. പക്ഷേ എന്നിട്ടും പോലീസ് പറയുന്നു ആശയക്കുഴപ്പമുണ്ട്, പോലീസിന് കേസെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അരുൺ അത്? തീർച്ചയായും ഈ കേസെടുക്കണമെങ്കിൽ അത് ആർക്കെതിരെ എടുക്കണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൊതുവിൽ ഈ റിപ്പോർട്ട് പറയുന്നൊരു കാര്യത്തിൽ ഈ സിനിമാ മേഖലയിലെ എല്ലാ പുരുഷന്മാരും കുഴപ്പക്കാരല്ല. അവിടെ വളരെ മാന്യമായി സഹപ്രവർത്തകർ ഇടപെടുന്ന, വളരെ മാന്യമായ തൊഴിലന്തരീക്ഷം നൽകുന്ന ആളുകളുമുണ്ട്. അതിൽ സംവിധായകരുണ്ട്, നടന്മാരുണ്ട്, ക്യാമറാമാൻമാരുണ്ട്, പ്രൊഡ്യൂസർമാരുണ്ട്. അങ്ങനെ വളരെ മാന്യമായി സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ അവസരമൊരുക്കുന്ന, അവരോട് മര്യാദയ്ക്ക് പെരുമാറുന്ന ആളുകളും ഉണ്ട്. അവരാരൊക്കെ എന്ന് എണ്ണി തിട്ടപ്പെടുത്തേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ അവരാരൊക്കെ ഒന്ന് ചൂണ്ടിക്കാണിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ സ്വാഭാവികമായും ഈ റിപ്പോർട്ട് സിനിമാ മേഖലയിലെ മുഴുവൻ ആളുകളെയും സംശയനിഴലിൽ കൊണ്ടുവരുമെന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. റിപ്പോർട്ടിൽ ആരുടെയും പേര് ഇത്തരത്തിൽ പരാമർശിക്കപ്പെടാത്തതുകൊണ്ട് തന്നെ സിനിമാ മേഖലയെ ഒന്നാകെ സംശയനിഴൽ നിർത്തുന്ന, പ്രതികൂല നിർത്തുന്ന റിപ്പോർട്ടായത് മാറുമെന്ന് ഉറപ്പാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാർ എന്തുകൊണ്ട് ഇത് നടപടിയെടുക്കുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട പ്രസക്തമായ ചോദ്യമാണ്. ഒരു കുറ്റം, ക്രിമിനൽ കുറ്റം, അത് പോക്സോ കേസ് അടക്കം അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരെ നിരവധി ലൈംഗിക പീഡനം നടന്നിട്ടുണ്ട്, ലൈംഗിക പീഡന ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. സ്വാഭാവികമായും സ്വമേധയാ പോലീസിന് കേസെടുക്കാവുന്ന വിഷയമാണ്. ഇങ്ങനെ ഒരു ജുഡീഷ്യൽ തലപ്പത്തിരുന്ന ഒരു വ്യക്തി അവർ ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോൾ അവർ സമർപ്പിച്ച റിപ്പോർട്ടാണ്. കൃത്യമായി എന്താണ് ഇതിലെ നിയമപ്രശ്നങ്ങളെന്ന്, അല്ലെങ്കിൽ
എന്താണ് നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങളെന്ന് ഹേമ കമ്മീഷന് മുൻ ജസ്റ്റിസ് ഹേമയ്ക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഒരു റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. അത് അതിൻ്റെതായ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അല്ലെങ്കിൽ പോലും വളരെ ഗൗരവമുള്ള റിപ്പോർട്ട് തന്നെയാണിത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നടപടിയെടുക്കാൻ പോലീസ് മാധ്യമ വാർത്തകളിലൂടെയൊക്കെ ഇത്തരത്തിൽ എത്രയോ കേസുകളിൽ പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നു, പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇത് മാധ്യമ വാർത്തകൾ മാത്രമല്ല, മാധ്യമ വാർത്തകൾക്ക് അടിസ്ഥാനമായി കൃത്യമായ റിപ്പോർട്ടുണ്ട്, ഒരു മുൻ ജഡ്ജ് അന്വേഷിച്ച റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായി സ്വമേധയാ നടപടിയെടുക്കാൻ പോലീസിന് കഴിയുന്നതാണ്. എന്തുകൊണ്ട് അത് എടുക്കുന്നില്ല ചോദ്യത്തിന് സർക്കാരിന്റെ ഒരു അനുമതി സ്വാഭാവികമായും പോലീസ് ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ടാകാം. നിയമപരമായ മറ്റ് നൂലാമാലകൾക്കപ്പുറം ഇത്തരമൊരു വിഷയമുണ്ടാകുമ്പോൾ നയപരമായ ഒരു തീരുമാനം സർക്കാർ എടുത്തു നൽകണം. നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ സ്വാഭാവികമായും അവിടെ സർക്കാരിൽ നിന്നൊരു അനുമതി പോലീസ് തേടിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കർശന നിലപാട്, അദ്ദേഹത്തിന്റെ ഒരു യെസ് ആണ് ദിലീപിന്റെ അറസ്റ്റിലേക്ക് നയിച്ചതെന്ന് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അത്തരമൊരു യെസ് ആണ് പിണറായി വിജയനിൽ നിന്ന് കേരളം ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ പോലീസും കാത്തിരിക്കുന്നത് അങ്ങനെ ഒരു അനുമതിക്കാണ്. ആ അനുമതി നൽകാൻ പിണറായി വിജയനും സാംസ്കാരിക വകുപ്പും മന്ത്രിയുമൊക്കെ തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഇവിടെ ക്രിമിനൽ കുറ്റം നടന്നിട്ടുണ്ട്, ക്രൈം നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാണ്. അതിന് ഉപോത്ബലകമായ, അതിന് ബലം നൽകുന്ന തെളിവുകൾ, മൊഴികൾ ഒക്കെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായി 2019 ഡിസംബർ 31 മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൈവശം ജസ്റ്റിസ് ഹേമയും ശാരദയും ഉൾപ്പെടെയുള്ളവർ സമർപ്പിച്ച ആ റിപ്പോർട്ടിലുണ്ട്. ഇനി അതിൽ നടപടിയെടുക്കേണ്ട ഉത്തരവാദിത്തമാണ് സർക്കാർ കാട്ടേണ്ടത്. ഈ 4 വർഷം വൈകിച്ചു എന്നത് പ്രതിപക്ഷം പറയുന്നത് പോലെ വലിയ വീഴ്ച തന്നെയാണ്. ഇനിയെങ്കിലും അത് തിരുത്താൻ പിണറായി സർക്കാർ തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. സ്വാഭാവികമായി വലിയ സമ്മർദ്ദം ഈ വിഷയത്തിൽ സർക്കാരിന് മേൽ ഉയർന്നു കഴിഞ്ഞു. WCC ആ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. നടപടിയെടുക്കണമെന്ന ആവശ്യം അവർ ശക്തമായി മുന്നോട്ട് വച്ചു കഴിഞ്ഞു. ഇടത് അനുഭാവിയെ എപ്പോഴും CPM അനുകൂല നിലപാടെടുക്കുന്ന, സാമൂഹ്യ മാധ്യമങ്ങളിൽ CPM അനുകൂല നിലപാട് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന, അതിനുപേര് നിരവധി വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന ആഷിഖ് കപൂറിനെ പോലെയുള്ള യുവ സംവിധായകർ, അവർ സർക്കാരിനെതിരെ പരസ്യ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു. ഇനിയും സർക്കാർ നടപടിയെടുക്കാതെ കാത്തിരിക്കുമോ, ഇനിയും അങ്ങനെ ഇരിക്കുമോ എന്നാണ് അറിയേണ്ടത്. സിനിമാ കോൺക്ലേവിലൂടെയൊക്കെ പ്രശ്നം പരിഹരിക്കാമെന്ന മിഥ്യാധാരണയാണോ സർക്കാരിനുള്ളതെന്നൊക്കെ വരും മണിക്കൂറുകൾ നമുക്ക് അറിയാൻ കഴിയും. വലിയ സമ്മർദ്ദത്തിലാണ് സർക്കാർ എന്നത് വസ്തുതയാണ്. പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. എത്ര തീവ്രമായി അവർ വിഷയം ഏറ്റെടുക്കും എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. സർക്കാർ ഇപ്പോൾ ഇതുവരെയുള്ള നിലപാട് മാറ്റി ഇതിലൊരു അന്വേഷണമെങ്കിലും പ്രഖ്യാപിക്കാൻ തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഭവ്യ, തീർച്ചയായും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് വിവി അരുൺ പങ്കുവച്ചത്. തന്നെയാണ് സർക്കാർ എന്തായാലും ഇക്കാര്യത്തിൽ മറുപടി പറഞ്ഞേ മതിയാകൂ. ഇത്ര നാളും 4.5 വർഷത്തോളം പൂഴ്ത്തിവെച്ചിരിക്കുകയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. പോക്സോ കേസ് അടക്കം ഉൾപ്പെടുന്ന ഈ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഉടനടി നടപടി സ്വീകരിച്ചേ മതിയാകൂ. അത് ഒരു സാധാരണക്കാരന്റെ പോലും ആവശ്യമാണ്. അത്തരത്തിലുള്ള നിയമ നടപടികളിലേക്ക് സർക്കാർ കടന്നേ മതിയാകൂ. കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയാൻ പറഞ്ഞതുപോലെ ഒരു കോൺക്ലേവിലൊന്നും ഇത് അവസാനിക്കുകയില്ല. അത്തരത്തിലൊരു കോൺക്ലേവ് നടത്തി അത്തരത്തിലുള്ള വീണ്ടും ആവർത്തിക്കുന്നു, ചില ക്രിമിനലുകൾക്ക് വേണ്ടി ഒരു കോൺക്ലേവ് നടത്തിയുള്ള അത്തരത്തിൽ അത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നുള്ള മിഥ്യാധാരണ സർക്കാരിനുണ്ടെങ്കിൽ അത് മാറ്റിവെച്ചേ മതിയാകൂ. പ്രതിപക്ഷം പറയുന്നത് പോലെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ച പരിഹരിക്കണമെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത്തരക്കാർക്കെതിരെ ആരാണോ കുറ്റക്കാർ, ആരാണോ സിനിമാ മേഖല അടക്കി വാഴുന്ന ആ ഉന്നതർ, അവർക്കെതിരെ കേസെടുത്തേ മതിയാകൂ. കൃത്യമായ നിയമ നടപടിയിലേക്ക് സർക്കാർ ഉടൻ തന്നെ കടക്കണമെന്നാണ് പറയാനുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ചില ഭാഗങ്ങൾ മാത്രം പുറത്തു വന്നിരിക്കെ പല വമ്പന്മാരും ആശ്വാസത്തിലാണ്. എന്നാൽ കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയാണ് ഇപ്പോഴത്തെ സാഹചര്യമെന്ന് നിയമവിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നു. വൻ നിയമ പോരാട്ടത്തിനിടയാക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഐസ് മലയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്നേക്കുമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ അവശേഷിക്കുന്ന ഭാഗങ്ങൾ മൂടിവെക്കാനായേക്കില്ല. വൻ നിയമപോരാട്ടത്തിലേക്കാണ് ഇപ്പോഴത്തെ സാഹചര്യം വാതിൽ തുറക്കുന്നത്. ഭീഷണിപ്പെടുത്തിയും അവസരങ്ങൾ നിഷേധിച്ചുമാണ് ലൈംഗിക പീഡനങ്ങൾക്ക് ഇരയാക്കിയിട്ടുള്ളത്. ഇത്തരം വെളിപ്പെടുത്തൽ ഉണ്ടായ സാഹചര്യത്തിൽ കോടതി തന്നെ അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ വ്യക്തികളും രംഗത്ത് എത്തിയേക്കും. തങ്ങൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കണമെന്ന ആവശ്യം കമ്മിറ്റിക്ക് മുൻപാകെ എത്തിയ ചലച്ചിത്ര നടികളും ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. ഇതിനെല്ലാം അപ്പുറം റിപ്പോർട്ടിന്മേൽ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുന്നുവെന്നതും ഏറെ ശ്രദ്ധേയമാണ്. റിപ്പോർട്ടിന്റെ ഭാഗങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ സ്വയമേധയാണെങ്കിൽ പോലും പോലീസിന് കേസെടുക്കാം. നേരത്തെയുള്ള സുപ്രീംകോടതി ഉത്തരവ് ഇതിന് പിൻബലമാകും. കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഇതിനകം DGPക്ക് പരാതി നൽകിക്കഴിഞ്ഞു. സർക്കാർ നടപടികൾ ദുർബലമായാൽ പ്രതിപക്ഷം അത് രാഷ്ട്രീയ ആയുധമാക്കുമെന്ന് ഉറപ്പ്.
ചില അറസ്റ്റുകളിലേക്കെങ്കിലും കാര്യങ്ങൾ നീങ്ങിയാൽ സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിക്കും. വമ്പന്മാരെ പൂട്ടാൻ സർക്കാർ തയ്യാറാകുമോ? അതല്ല സിനിമാ മേഖലയിൽ തുടർന്നുള്ള പരിഷ്കരണത്തിന് ചില നടപടികൾ സ്വീകരിച്ച് കാര്യങ്ങൾ അതിൽ ഒതുക്കുമോ എന്നതും വരും ദിവസങ്ങളിൽ വ്യക്തമാകും. നിയമയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീണ്ടാൽ ഇപ്പോൾ മറച്ചുവെച്ചിരിക്കുന്ന പേരുകൾ പുറം ലോകത്തെത്തും എന്നത് ഉറപ്പാണ്. എന്തായാലും ക്ലൈമാക്സ് എന്തെന്ന് കാത്തിരുന്നു കാണാം. ന്യൂസ് 18 തിരുവനന്തപുരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നന്ദി പറഞ്ഞ WCC. സിനിമാ മേഖലയിൽ മാന്യമായൊരു പ്രൊഫഷണൽ ഇടം ആഗ്രഹിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും നീതിക്ക് വേണ്ടിയുള്ള നീണ്ട പോരാട്ടമായിരുന്നു. ജസ്റ്റിസ് ഹേമ, ശാരദ, ഡോക്ടർ വത്സലകുമാരി എന്നിവർ ഈ റിപ്പോർട്ട് തയ്യാറാക്കാൻ ചെലവഴിച്ച മണിക്കൂറുകൾക്ക് നന്ദി. ശുപാർശകൾ പഠിച്ച് സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് സ്ത്രീകളുടെ ശബ്ദമാണ്, കേൾക്കണമെന്നും WCC. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടി ഉണ്ടാക്കുകയാണെങ്കിൽ അത് വലിയ കാര്യമെന്ന് നടി സജിത മഠത്തിൽ. റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കുകയാണെങ്കിൽ സന്തോഷം. ഒന്നും നടക്കാത്ത ഇടത്തുനിന്നാണ് ഇതുവരെ എത്തിച്ചതെന്നും സജിത മഠത്തിൽ. ഈ പ്രശ്നങ്ങൾ ഉണ്ട്, ഇൻഡസ്ട്രിയിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ട്. ഇൻഡസ്ട്രിയിൽ സെക്ഷൽ ഹറാസ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ വേജ് ഡിസ്പാരിറ്റി ഉണ്ട്, ഇൻഡസ്ട്രിയിൽ തൊഴിലിടത്തെ പ്രശ്നങ്ങളുണ്ട്, സ്ത്രീകൾക്ക് അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം പഠിക്കുക എന്ന് പറയുന്ന ഒരു പണി നടന്നു. ഇപ്പൊ ഗവൺമെന്റ് രേഖകളിലുണ്ട്. ഇനി നമ്മൾ നോക്കിക്കാണുന്നത് ഗവൺമെന്റിന്റെ പോളിസിയുടെ ഭാഗമായിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നത് മാത്രമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്ത് ഞങ്ങൾ നോക്കുന്നത്. അതിനുവേണ്ടി ഗവൺമെന്റിനെ എങ്ങനെ പ്രഷറൈസ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും ഞങ്ങൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ്, അതേപോലെ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും പുതിയ കാര്യങ്ങളേ അല്ല. ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഞങ്ങൾക്ക് പുതിയ കാര്യങ്ങളല്ല. പക്ഷെ ഇനിയുള്ള സ്ത്രീകൾക്ക് ഞങ്ങളിത് തുറന്നു പറഞ്ഞത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിന് നന്നായി ബാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറെ പേരുടെ, ഇപ്പൊ നിങ്ങൾക്ക് പാർവതിയെ അറിയുന്നുണ്ടാവോ, അല്ലെങ്കിൽ റീമ കല്ലിങ്ങലിനെ അറിയുന്നുണ്ടാവോ, അല്ലെങ്കിൽ 4-5 പേര് നിങ്ങൾക്ക് അങ്ങനെ പറയാം. അങ്ങനെ അല്ലാതെ ഈ WCCയുടെ ഭാഗമായി നിന്ന് ചെറിയ ചെറിയ രീതിയിൽ സിനിമയെ ഡിപ്പെൻഡ് ചെയ്ത് നിന്ന് ഞങ്ങളെപ്പോലുള്ള കുറെ പേരുടെ ജീവിതത്തിന് ഇത് ബാധിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പേടിയാണ് സത്യം പറഞ്ഞെങ്കിൽ പൊതുവേദിയിൽ വന്ന് ഇത് ഞങ്ങളുടെ പ്രസൻസ് ഇങ്ങനെ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു ജോലി ഒരു സിനിമ കിട്ടാതിരിക്കാനുള്ള റീസൺ ആയി മാറുക ചെയ്യുന്നത്. ഇത് സംഭവിച്ചു കഴിഞ്ഞു. എത്രയോ പേരുടെ ഇതിൽ പങ്കെടുത്ത് ഞങ്ങളുടെ ഭാഗമാണ് എന്ന് എങ്ങനെയെങ്കിലും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇൻഡസ്ട്രിയിലേക്ക് വരാനുള്ള സാധ്യത അവര് മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും അത് സംഭവിക്കുന്നുണ്ട്. മനഃപൂർവ്വമാണോ എന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ മനഃപൂർവ്വമായിരിക്കാം അത് സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ഞങ്ങൾക്കൊരു പുതിയ കാര്യമല്ല. പക്ഷെ ഇതിൽ എന്ത് രീതിയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് WCC സീരിയസ് ആയിട്ട് ആലോചിച്ചിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. അതെനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇന്നലെയാണ് ഇത് വന്നത്. ഞങ്ങൾ എല്ലാവരും അത് വായിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ധാരാളം മീറ്റിങ്ങുകൾ ഞങ്ങളുടെ ഇടയിൽ നടക്കുന്നുണ്ട്. അതിനെപ്പറ്റി എനിക്കിപ്പോ പറയാൻ പറ്റില്ല. ഞങ്ങൾ ഇനി അതിൽ ഒരു അപേക്ഷ കൊടുക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കിപ്പോ പറയാൻ പറ്റില്ല. കാരണം അത് ഞങ്ങൾ ഇനി പഠിച്ചിട്ട് പറയേണ്ട കാര്യം. കാരണം ഇത്രയും കാലം നമുക്ക് എന്താ പറയാ ഇതിൽ ഇന്നതായിരിക്കും എന്നൊക്കെ ആന്റിസിപ്പേഷൻസ് ആണ്. ഇപ്പൊ അങ്ങനെയല്ല, സോളിഡ് ആയിട്ട് നമ്മളുടെ മുന്നിൽ രേഖകൾ ഇരിക്കുവാണ്. അപ്പൊ അത് പഠിക്കാതെ നമുക്ക് അതിലൊരു അഭിപ്രായവും പറയാൻ പറ്റില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും വളരെ പോസിറ്റീവായിട്ടല്ലേ നമ്മൾ അതിനെ കാണേണ്ടത്. നടപടി ഉണ്ടാവുകയാണെങ്കിൽ വലിയ കാര്യമാണ്. ഇനിയിപ്പോ നടപടി ഉണ്ടായില്ല, അതൊരു ഗവൺമെന്റ് പോളിസിയുടെ ഭാഗമായി ഇനിയുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിലേക്കാണ് എത്തുന്നെങ്കിൽ അതും നമുക്ക് വലിയ കാര്യമാണ്. കാരണം ഒന്നും നടക്കാത്ത ഒരിടത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണം. ഒരു വിധത്തിൽ ഇപ്പോ നമുക്കൊരു കംപ്ലൈന്റ് ഉണ്ട്, ഒരാൾ എന്നെ മോശമായി എൻ്റെ അടുത്ത് പെരുമാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി നഷ്ടപ്പെടുന്ന പിന്നീട് ആ സ്ത്രീക്ക് ജോലി ഇല്ല ഇൻഡസ്ട്രിയില്. അപ്പൊ അങ്ങനെയുള്ള ഒരിടത്തുനിന്ന് വരുന്ന യാതൊരു തൊഴിൽ സുരക്ഷയും ഇല്ലാതെ പണിയെടുക്കുന്ന കുറെ സ്ത്രീകളുള്ള ഒരിടത്തുനിന്ന് വരുമ്പം നമുക്ക് വനിതാ കമ്മീഷൻ വഴി അതിന് കേസെടുക്കണമെന്ന് ചോദിച്ചാൽ എടുക്കാൻ പറ്റുമെങ്കിൽ വലിയ സന്തോഷമാണ് ഞങ്ങൾക്ക്. അല്ല തിരിച്ച് ഗവൺമെന്റ് ഇതെല്ലാം മനസ്സിലാക്കി ഗവൺമെന്റിന്റെ പോളിസിയുടെ ഭാഗമാക്കുമോ, റെക്കമെൻഡേഷൻസ് നടപ്പിലാക്കുമോ എന്ന് ചോദിച്ചാൽ അത് നടപ്പിലാക്കുകയാണെങ്കിൽ അത് അതിനേക്കാളും വലിയ സന്തോഷമുള്ള കാര്യമാണ് എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാനുള്ള തുടർ നടപടികളിലേക്ക് സർക്കാർ കടക്കണമെന്ന് ചലച്ചിത്ര പ്രവർത്തക ബീന പോൾ ന്യൂസ് 18നോട്. ഇതിനായി ബന്ധപ്പെട്ടവരുമായി കൂടിയാലോചന നടത്തും. സ്ത്രീകൾക്ക് അംഗീകാരത്തോടെ ജോലിയെടുക്കാൻ കഴിയണം. റിപ്പോർട്ട് സിനിമാ മേഖല പോസിറ്റീവായി ഉൾക്കൊള്ളണമെന്നും നടന്നത് യുദ്ധമല്ലെന്നും ബീന പോൾ.
WCCയിലുള്ള ആരും ചതിച്ചിട്ടില്ലെന്നും ഓരോരുത്തരും അവരുടെ അനുഭവമാണ് പറഞ്ഞതെന്നും ബീന പോൾ ന്യൂസ് 18നോട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്നത് WCC തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്നലെ ഏതാണ്ട് 2:30 തന്നെ ഒരു സ്ക്രീൻഷോട്ട് പുറത്തു വന്നിരുന്നു. നിങ്ങളുടെ ഒരു സന്തോഷം പുറത്തു വന്നിരുന്നു. വലിയൊരു സന്തോഷമാണ്. സന്തോഷമുണ്ട്. ഞങ്ങൾ എത്ര വർഷമായിട്ട് ഞങ്ങൾ ആദ്യം ഫോം ചെയ്ത സമയത്ത് തന്നെ ഓണറബിൾ ചീഫ് മിനിസ്റ്ററുടെ അടുത്ത് പോയി ഇങ്ങനെ ഒരു കമ്മിറ്റി വേണം. കാര്യം ഒരുപാട് റൂമേഴ്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ ആരും ഇത് പഠിച്ചിട്ടില്ല. ഇതാണ് ആദ്യത്തെ ഒരു റിപ്പോർട്ട് ബേസ്ഡ് ഓൺ ഫാക്ട്സ്. സ്ത്രീകൾ തന്നെ സംസാരിച്ചിരിക്കുന്ന, പുരുഷങ്ങളിലും സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫാക്ച്വൽ ബേസിസ് ആണ് ഞങ്ങൾ നോക്കിയിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഇത് ഞങ്ങൾ പറയുന്ന വെറും ഒരു ഹിയർസേ അല്ലെങ്കിൽ റൂമേഴ്സ് അല്ല, ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ പുറത്തോട്ട് വന്നിരിക്കും. കുറേ വെല്ലുവിളികൾ ഉണ്ടായിരുന്നത് പുറത്തു വരാൻ, അത്തരം ആശങ്കകൾ ഉണ്ടായിരുന്നോ ആ സമയത്ത്? ഉറപ്പായിട്ട് ഇതിൻ്റെ ഒരു എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആയിരുന്നു എന്ന് തോന്നുന്നു. ആദ്യം മുതൽ WCC പറയുന്നു നമുക്ക് ഈ ഫൈൻഡിങ്സ് മതി, നമുക്ക് പേരുകൾ വേണ്ട, നമുക്ക് ആരെന്ത് ചെയ്തു എന്നല്ലേ അറിയേണ്ടത്, ഇതൊക്കെ എന്തോ നടക്കുന്നതെന്ന് നമുക്കറിയണം. അതുകൊണ്ട് റെക്കമെൻഡേഷൻസ് മാത്രം പോരാ, നമുക്ക് ഫൈൻഡിങ്സ് വേണം. ഈ കമ്മിറ്റി എന്തുവാ കണ്ടുപിടിച്ചിരിക്കുന്നു, അതിൻ്റെ ഒരു പോരാട്ടമായിരുന്നു. അത് ഒരു ഡിഫിക്കൽട്ട് ടൈം ആയിരുന്നു വാസ്തവത്തിൽ. ഇനി എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇതിനൊരു അടുത്ത സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഇങ്ങനൊരു റെക്കമെൻഡേഷൻസ് വരികയോ ഒരു കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ആക്ഷൻസിലേക്ക് കൂടി പോകണ്ടേ? ഉറപ്പായിട്ട് ആക്ഷൻസിലേക്ക് പോകണം. ഞങ്ങൾ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സെ കണ്ട് ഒരുമിച്ച് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു ഇത് നോക്കുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഇത് പല പല സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ഇരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അത് മുമ്പോട്ട് അതിൻ്റെ ഒരു പടിപടിയായിട്ട് നമുക്ക് ഉറപ്പായിട്ട് ഈ റെക്കമെൻഡേഷൻസ് നടപ്പിലാക്കാനുള്ള ഒരു ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ഇപ്പോൾ അടുത്ത വെല്ലുവിളി. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് ഇതൊന്ന് പുറത്തുവിടാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടി പല പല ഘട്ടങ്ങൾ കടന്നു. അപ്പോൾ അത് അങ്ങനെ അങ്ങ് ഈസി ആയിട്ട് മുന്നോട്ട് പോകുന്ന കരുതുന്നുണ്ടോ? എന്താണ് അതിലൊരു? ഒരിക്കലും ഈസി ഇല്ല. സ്ത്രീകളുടെ പോരാട്ടങ്ങൾ ഒരിക്കലും ഈസി അല്ല. ഇത് WCC മാത്രമല്ല, ഏത് പോരാട്ടമാണെങ്കിൽ സ്ത്രീകൾക്ക് എപ്പോഴും ഇത് ഒരു എന്നാ പറയുന്നത് ഒരു സിസ്റ്റമിക് ഒരു പേട്രിയാർക്കി ഉണ്ടല്ലോ, അത് ഫേസ് ചെയ്യാനുള്ള ഒരു പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ അതുകൊണ്ട് ഞങ്ങൾ മിണ്ടാതെ ഇരിക്കുകയോ അല്ലെങ്കിൽ ഇത് ഒന്നും ചെയ്യണ്ട എന്ന് വിടാൻ പോകുന്നില്ല. വി ആർ ഗോയിങ് ടു വർക്ക് വിത്ത് ദ ഗവൺമെൻറ്, വർക്ക് വിത്ത് ദി ഇൻഡസ്ട്രി ടു മേക്ക് ഷുവർ ദാറ്റ് ദർ ആർ ചേഞ്ചസ്. ആദ്യത്തെ ഒരു സ്റ്റെപ്പ് മാത്രമേ കടന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി അങ്ങോട്ട് കിടക്കുകയാണ്. ഇതൊന്നും അതായത് സ്ത്രീകൾ ഇങ്ങനെ ആക്രമിക്കപ്പെടരുത് എന്ന് ഉറപ്പുവരുത്താൻ, സ്ത്രീകൾ മാത്രമല്ല അവിടുത്തെ തൊഴിലാളികളാകെ അങ്ങനെ ഒരു ഫൈറ്റാണ്. അതന്നെ ഞങ്ങൾ നോക്കുന്ന, ഞങ്ങൾ തൊഴിലാളികളായി ഈ ഇൻഡസ്ട്രിയിൽ ഒത്തിരി സ്ത്രീകൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ കുറച്ച് ഡിഗ്നിറ്റിയും പ്രൊഫഷണൽ രീതിയിൽ ഒരു റെസ്പെക്റ്റ് കൂടെ ജോലി ചെയ്യാൻ പറ്റണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇത് ആദ്യത്തെ പടിയാണ് ഉറപ്പായിട്ട്. പക്ഷേ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് അത്ര നമുക്ക് നിസ്സാരമായിട്ട് ഇത് മാത്രം പോരാന്ന് വിചാരിക്കരുത്. കാര്യം ഇതിൻ്റെ ഒരുപാട് റിപ്പർക്കഷൻസ് ഉണ്ടാവും. ആൾക്കാർ ഇത് വായിക്കുമ്പോൾ തന്നെ ഒരു നെറ്റലുണ്ടാവും. അതുകൊണ്ട് ഇറ്റ് ഈസ് എ ബിഗ് സ്റ്റെപ്പ്. പക്ഷേ വി ഹാവ് ടു ടേക്ക് മോസ്റ്റ്. ഈ ഒരു കാര്യമുള്ളത്, സിനിമ ഈ അവസരങ്ങൾ വേണ്ടതാണ്. അപ്പം ഒരാൾ പുറത്ത് പറയുന്നവർക്ക് അവസരങ്ങൾ കുറയുന്നു എന്നൊക്കെ ഉള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. പരാതികളില്ലാത്തവരായിരിക്കില്ല പലപ്പോഴും സ്ത്രീകൾ, പക്ഷെ അവരങ്ങ് ഒതുക്കി അങ്ങ് പോവുകയാണ്. പക്ഷെ അതിനെ എങ്ങനെയാണ് മറികടക്കാൻ കഴിയുക? അത് ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇത് ഒരു സൊസൈറ്റിയുടെയും കൂടെ പ്രശ്നമാണ്. സ്ത്രീകളെ ഞങ്ങൾ എങ്ങനെ ഒരു സൊസൈറ്റിയിൽ കാണുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു വിചാരം ഇത് ഒരു ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ചാണ് ഇതിൻ്റെ ബേസ്. ഇപ്പോൾ സ്ത്രീകൾക്ക് ആണുങ്ങളുടെ കൂടെ ജോലി ചെയ്ത് ഏത് രീതിയിൽ ചെയ്യാൻ പറ്റും എന്നാണ് ഫസ്റ്റ്. അത് ഞങ്ങൾ കുറേ ബോധവൽക്കരണം
സിസ്റ്റംസ്, ഇപ്പോൾ IC ആയാലും ഓഡിഷൻ രജിസ്ട്രേഷനും കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ആളുകളൊന്ന് പേടിക്കും, അങ്ങനെ പഴയ പോലെ ഈസി ആവില്ല. ഒന്നുകൂടി ഒരു നോട്ടം വരുമ്പോൾ, ഇങ്ങനൊരു കാര്യം വരുമ്പോൾ കുറെ മാറ്റങ്ങൾ തന്നെ പ്രതീക്ഷിക്കുകയാണ് ഉറപ്പായിട്ട്. പേടി മാത്രം ഉണ്ടാവില്ല, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഇത് ഞങ്ങൾ ഈ റിപ്പോർട്ട് വായിക്കുമ്പോഴേ നമുക്ക് ഒരു സാധാവും തോന്നുന്നുണ്ട്. ഇത്ര ഒരു ഇത് കുറേ സ്ത്രീകൾ ഇങ്ങനെ പറയുമ്പോഴേ ദർ ഈസ് എ ലോട്ട് ഓഫ് പെയിൻ ഓൾസോ ഇൻവോൾവ്. ഐ തിങ്ക് ആ നമ്മുടെ സൊസൈറ്റിക്ക്, എസ്പെഷ്യലി കേരള സൊസൈറ്റിക്ക് ആ പെയിൻ മനസ്സിലാവും. ആ പെയിനിൽ കൂടെ കുറേ വ്യത്യാസം വരുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഒരു കാര്യം കൂടി, WCCക്ക് ഉള്ളിലെ ഒരു സ്ഥാപക അംഗത്തെ കുറിച്ച് കൂടി പറയുന്നുണ്ട്. അങ്ങനെ ഒരു ചതിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എന്താണ് അതിൽ തോന്നുന്നത്? അതൊരു ചതിയല്ല, അവരവരുടെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവർക്ക് ആരാണെന്ന് നമുക്കറിയത്തില്ല, പക്ഷെ അവർ അങ്ങനെ പറഞ്ഞിരിക്കുന്നെങ്കിൽ അത് അവരുടെ എക്സ്പീരിയൻസാണ്. എല്ലാവരുടെ എക്സ്പീരിയൻസ് ഒരുപോലെ ആയിരിക്കണം എന്നില്ലല്ലോ. അതുകൊണ്ട് അത് ഒരു ചതിയായിട്ട് ഞങ്ങൾ കാണുന്നില്ല, അത് ഒരു വ്യൂ പോയിന്റ് ആയിട്ട് ഹേമ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നു. കൂടുതൽ സ്ത്രീകൾ ഇപ്പോൾ അമ്മയിലൊക്കെ ഉള്ളവരും കുറെ കൂടി ഇതിന്റെ ഒരു കോൺഫിഡൻസിൽ WCCയോടൊപ്പം കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരു പ്രതീക്ഷ കൂടി ഉണ്ടോ? WCC ഒരു എന്നാ പറയുന്നത്, ഒരു ക്ലബ്ബല്ല കേട്ടോ. ഞങ്ങൾ ആദ്യം തന്നെ അത് പറയട്ടെ, അത് ഒരു ക്ലബ്ബല്ല, അത് ഒരു ആശയ്ക്ക് മേലാണ് ഞങ്ങൾ ഒരു ആശയ്ക്ക് മേലാണ് ഞങ്ങൾ എല്ലാവരും കൂടി നിൽക്കുന്നത്. അത് എല്ലാവരും കൂടെ സ്ത്രീകൾ എവിടെ ആയാലും നമ്മുടെ കൂടെ നിൽക്കുമെന്ന് നമ്മുടെ ഈ റിപ്പോർട്ട് വന്ന സ്ഥിതിക്ക് കുറച്ചുകൂടി ഉണ്ടാവുന്ന അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു ബേസ് ഉണ്ടല്ലോ. ഒരു കാര്യം കൂടി, ഇത് കേരളം എന്നുള്ള ഒരു സ്ഥലത്ത് മാത്രമല്ല ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരാരും നിൽക്കുന്നത്. കേരളത്തിന്റെ മാത്രം ഒരു പ്രശ്നമായും കരുതാൻ കഴിയില്ല. ഇതങ്ങനെ കേരള സർക്കാർ മാത്രം എന്നുള്ളതും അല്ല. അതിനപ്പുറത്തേക്ക് എന്താണ് ഇതിൽ ഇനിയൊരു ഒരു വലിയൊരു ഇതുണ്ടല്ലോ, ഏരിയ ഉണ്ടല്ലോ. അല്ല, ഇത് ഒരു റിപ്പിൾ എഫക്റ്റ് ഉണ്ടാവും. കേരളത്തിൽ തുടങ്ങുന്ന, കേരളത്തിന് ഭയങ്കര അഭിമാനമുള്ള ഒരു കാര്യമുണ്ടാവും. ഇത് കേരളത്തിൽ തുടങ്ങിയാൽ ഇതെല്ലായിടത്ത് അതിൻ്റെ എഫക്ട്സ് കാണും. കാര്യം ഈ സ്ത്രീകൾ തന്നെ മലയാളം സിനിമയിൽ മാത്രമല്ല പല ഇൻഡസ്ട്രിയിൽ പോയി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ റൈറ്റ്സ് അവിടെ അവർ ഉറപ്പിക്കുകയാണെങ്കിൽ അതും ഒരു എഫക്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ദിസ് റിപ്പോർട്ട് ഹാസ് കോൺസിക്വൻസസ് നോട്ട് ഓൺലി ഫോർ ദ മലയാളം ഇൻഡസ്ട്രി. പക്ഷേ നമുക്ക് അഭിമാനത്തോട് പറയാം, ഇവിടെ തുടങ്ങിയെന്ന് കേരള ഇപ്പോൾ മലയാളം സിനിമ ഇത്രേ ഒരു ഹൈറ്റിൽ നിൽക്കുമ്പോഴേ ഇപ്പോൾ എവിടെ പോയാൽ മലയാളം സിനിമയെ പറ്റി ചർച്ച. പക്ഷേ ഇതും കൂടെ വന്നാൽ മലയാളം സിനിമയൊക്കെ കുറച്ചുകൂടെ മേനി വരുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഒരു കാര്യം, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതൊരു വലിയ ഫൈറ്റാണ്. ആരും അങ്ങനെ ഒപ്പമൊന്നും നിൽക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇങ്ങനെയൊന്നും വേണ്ടെന്നൊക്കെ തോന്നിയിട്ടുണ്ടോ, അതോ എന്താണ്? വേണ്ടാന്ന് തോന്നിയിട്ടില്ല. പല ആൾക്കാർക്ക് സംശയങ്ങൾ, പേടി, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. വി ഹാവ് ഓൾ ഗോൺ ത്രൂ ദോസ് ഫേസസ്. കാര്യം ഇത് ചിലപ്പം ഒന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് ഒരുപാട് അവസരങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് നിഷേധിച്ചിട്ടുണ്ട്. അതൊക്കെ വരുമ്പോഴേ നമുക്ക് ഉറപ്പായിട്ട് ഒരു ഡിസ്കറേജ്മെൻറ്റ്. പക്ഷേ ഇതിൻ്റെ മൂല സാധനമുണ്ടല്ലോ, ഒരു ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഒരു മൂല സാധനം, അത് നമുക്ക് ആർക്കും മറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വി ഗോ ടുഗെദർ. ഈ അവസരം നഷ്ടപ്പെട്ടവരുണ്ട്, അതൊരു മുന്നിൽ നിൽക്കുന്ന യാഥാർത്ഥ്യമാണ്. അവർക്ക് ഇനിയെങ്കിലും കഴിവുള്ളവരാണ് പലരും. എന്താണത്? അത് പറയാൻ പറ്റത്തില്ല. ഇത് ഇൻഡസ്ട്രി ഇത് ഉൾക്കൊള്ളണം, അത് മനസ്സിലാക്കി അതെങ്ങനെയാ ഇത് ഒന്ന് റിസോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഒരു പോസിറ്റീവായിട്ട് കാണാം, അല്ലാതെ ഇതൊരു ശത്രുതയുടെയോ ഫൈറ്റിന്റെയോ. ഉറപ്പായിട്ടും ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരു യുദ്ധമല്ല, ഇത് ഒരുമിച്ച് പോയി ഒരു മാറ്റത്തിന്റെ പടിയാന്ന് എനിക്ക് പറയാൻ പറ്റും. എന്തായാലും ബീന പോളും WCC ഒക്കെ ആഗ്രഹിക്കുന്ന പോലെ ആ ഒരു മാറ്റം ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കോട്ടയത്ത് നിന്ന് G ശ്രീജിത്ത്, News 18. തിരിച്ചെത്താം വളരെ വേഗം മറ്റു വാർത്തകളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. കേരളത്തിൽ നിന്നുള്ള പല കമ്പനികളും ഇത്തരത്തിൽ വാഗ്ദാനം നൽകിയിരിക്കുന്നു. അതൊക്കെ അവിടെ എത്തിച്ച് തെരച്ചിൽ നടത്തണമെങ്കിൽ കർണാടക സർക്കാരിന് അനുമതി നൽകണം. ഇതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് സിദ്ധരാമയ്യയും അതുപോലെ തന്നെ DK ശിവകുമാറിനെയും നേരിട്ട് കണ്ട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഇതിന് അനുകൂലമായ ഒരു നിലപാട് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ കുടുംബം ഇപ്പോൾ വെച്ചു പുലർത്തുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനം ജില്ലാ ഭരണകൂടം ഈ കാര്യത്തിൽ കൈയൊഴിഞ്ഞ ഒരു അവസ്ഥയാണ്. കാരണം ഇത്രത്തോളം വലിയ രൂപ, അതായത് 1 കോടിയോളം രൂപ ചെലവ് വരുന്ന യന്ത്രം കൊണ്ടുവരുന്നതിൽ പരിമിതിയുണ്ടെന്ന് നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ
അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് ഇതിന് തീരുമാനം വരേണ്ടത്. ഇന്നലെ ചേർന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ച് ഏതെങ്കിലും തീരുമാനം ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, സാങ്കേതിക വിദഗ്ധർ, ഈ ഡ്രഡ്ജർ കമ്പനിയുടെ സാങ്കേതിക വിദഗ്ധർ സ്ഥലത്തെത്തും പരിശോധന നടത്തുമൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അതെല്ലാം അനിശ്ചിതത്വം തുടരുന്നു. ഏതായാലും വ്യാഴാഴ്ചയാണ് ഏറ്റവും അവസാനമായി കുടുംബത്തിന് നൽകിയിരിക്കുന്ന ഒരു സമയം. വ്യാഴാഴ്ച തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന ഉറപ്പാണ് നൽകിയിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് തുടരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് കുടുംബം ആശങ്കപ്പെടുന്നത്. ഇനി ഓരോ ദിവസം വൈകുന്തോറും ഇതിന് ഒരു ഉത്തരം ലഭിക്കാത്ത സാഹചര്യം വരും. 3 പേരെ കണ്ടെത്താനുണ്ട്. കന്നഡിഗരായ 2 പേരുണ്ട്, ലോകേഷും ജഗന്നാഥും. അവരെയും കണ്ടെത്തണമെന്ന ആവശ്യം, ആ സമ്മർദ്ദം ശക്തമായി വരുന്നുണ്ട്. അവരുടെ കുടുംബം അവിടെ പ്രതിഷേധിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ കർണാടക സർക്കാരാണ് ഇനി തീരുമാനമെടുക്കേണ്ടത്. ഇതിലേറ്റവും തിരികെ വാർത്തയിലേക്ക്. കൊൽക്കത്തയിലെ ജൂനിയർ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ പ്രതിഷേധം തുടരുന്നു. ബംഗാളിലെ സാഹചര്യം വിശദീകരിക്കാൻ ഗവർണർ സി വി ആനന്ദബോസ് ഇന്ന് രാഷ്ട്രപതിയെ കാണും. സംഭവത്തിൽ സ്വമേധയാ എടുത്ത കേസ് സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ആർ രാകേഷ് ചേർന്നു നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. രാകേഷ്, രാജ്യമുടനീളം വലിയ പ്രതിഷേധം നടക്കുന്ന സാഹചര്യത്തിലാണ് കോടതി സ്വമേധയാ എടുത്ത കേസ് ഇന്ന് പരിഗണിക്കുന്നത്. എന്ത് തീരുമാനം കോടതിയിൽ നിന്ന് വന്നാലും അത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. എന്ത് പ്രതീക്ഷിക്കണമെന്ന് കോടതിയിൽ നിന്ന് വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഭവ്യ, രാജ്യവ്യാപക പ്രതിഷേധം തുടരുന്നതിനിടെയാണ് സുപ്രീം കോടതി സ്വമേധയാ എടുത്ത കേസ് ഇന്ന് ഏതായാലും പരിഗണിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് മുമ്പാകെയാണ് ഈ ഹർജി വരുന്നത്. കോടതി എന്തു പറയും എന്നുള്ളത് നിർണായകമാണ്. ചില നിർദ്ദേശങ്ങൾ ഒരുപക്ഷെ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കായിരിക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുക. ഏതായാലും 10:30 ആദ്യ കേസായാണ് ഇത് പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10:45 തന്നെ കോടതിയുടെ തീരുമാനം വരാൻ തന്നെയാണ് സാധ്യത. ഏതായാലും പ്രതിഷേധം രാജ്യവ്യാപകമായി തന്നെ തുടരുകയാണ്. ആർജിക്കർ ആശുപത്രിയിൽ സമരം 11ാം ദിനത്തിലേക്ക് കടന്നിരിക്കുന്നു. പശ്ചിമബംഗാളിൽ മറ്റിടങ്ങളിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധം തുടരുകയാണ്. ഏതായാലും ഡോക്ടർമാർ ഇന്ന് ഡൽഹിയിൽ നിർമ്മാൺ ഭവന് മുന്നിൽ സമരം തുടരുക തന്നെ ചെയ്യും. അവിടെയാണ് ആരോഗ്യ മന്ത്രാലയം പ്രവർത്തിക്കുന്നത്. അതായത് അതിന് പുറത്ത് OP സജ്ജീകരിച്ചുകൊണ്ടുള്ള സമരമാണ് ഇന്നലെ നടന്നത്. ഡോക്ടർമാർ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര നിയമം വേണം. ഇത്തരത്തിൽ അതിക്രമങ്ങളൊക്കെ തടയാൻ തന്നെ കേന്ദ്ര നിയമം വേണമെന്നൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അത്തരമൊരു അനുകൂലമായ തീരുമാനം കേന്ദ്രത്തിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നും സമരം തുടരുമെന്ന് തന്നെയാണ് ഡോക്ടർമാർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും സർക്കാർ വലിയ പ്രതിരോധത്തിലാണ്. പശ്ചിമബംഗാൾ സർക്കാർ വലിയ പ്രതിരോധത്തിലാണ്. അതിനിടയിലാണ് ഗവർണർ സി വി ആനന്ദബോസ് ഏതായാലും ഡൽഹിയിൽ എത്തിയിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് തന്നെ അദ്ദേഹം ഡൽഹിയിലെത്തി. ഇന്ന് ഏതായാലും രാഷ്ട്രപതിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. സ്വാഭാവികമായും സംസ്ഥാനത്തെ ക്രമസമാധാന നില സംബന്ധിച്ചൊരു പ്രാഥമിക റിപ്പോർട്ട് ഗവർണർ രാഷ്ട്രപതിക്ക് കൈമാറും. അതിനുശേഷം ആഭ്യന്തരമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഏതായാലും ഈ വിഷയം കൈകാര്യം ചെയ്ത രീതിയിൽ കടുത്ത ഭാഷയിൽ സംസ്ഥാന സർക്കാരിനെ സി വി ആനന്ദബോസ് വിമർശിക്കുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, സർക്കാരിൽ അവിടെ ക്രമസമാധാനം തകർന്ന സാഹചര്യമാണ് ബംഗാളിൽ ഉള്ളതെന്നടക്കം ഗവർണർ പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഏറെ പ്രാധാന്യമുണ്ട് ഇന്നത്തെ കൂടിക്കാഴ്ചയ്ക്ക്. ഏതായാലും ഈ കൂടിക്കാഴ്ചയെ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് കേന്ദ്രം ഗവർണർ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് അവരുടെ ആരോപണം. ഭവ്യ, തീർച്ചയായും വിശദവിവരങ്ങളാണ് ആർ രാകേഷ് നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് കടക്കാം. വയനാട് ചെമ്പ്രമലയിൽ വൻതോതിൽ വിള്ളലുണ്ടായ വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ടതിനെ തുടർന്ന് പരിശോധനയ്ക്കൊരുങ്ങിയ റവന്യൂ വകുപ്പ്. പരിശോധന സംബന്ധിച്ച റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറുമെന്ന് വൈത്തിരി തഹസിൽദാർ SR സജി ന്യൂസ് 18നോട് പറഞ്ഞു. ചെമ്പ്രമലയിൽ വലിയ തോതിൽ വിള്ളൽ അനുഭവപ്പെട്ടത് കണ്ടെത്തിയ സാഹചര്യത്തിൽ വയനാട് ജില്ലാ കളക്ടർ വൈത്തിരി തഹസിൽദാരോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വൈത്തിരി തഹസിൽദാർ SR സജി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് അതിന്റെ നടപടി? അത് പരിശോധന എന്തെങ്കിലും ആരംഭിച്ചിട്ടുണ്ടോ? ജില്ലാ കളക്ടർ ഇതിനോട് ഈ കാര്യം ചാനലിൽ കണ്ടതിനെ തുടർന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വില്ലേജ് ഓഫീസർ കോട്ടപ്പടി വില്ലേജിലാണ് നിങ്ങൾ ഈ പറയുന്ന സ്ഥലം കോട്ടപ്പടി വില്ലേജിലാണ്. ആ കോട്ടപ്പടി വില്ലേജിലേക്ക് വില്ലേജ് ഓഫീസറെ അറിയിച്ചിട്ടുണ്ട്. അവരെ സ്ഥലത്തോട്ട് പോയിട്ടുണ്ട്. അത് കൂടാതെ കളക്ടറേറ്റിലുള്ള ഹസാർഡ് അനലിസ്റ്റും അതുപോലെ തന്നെ ജിയോളജിസ്റ്റിനും ഞങ്ങൾ ഈ വിവരം നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. അവരും ആ ഭാഗത്തേക്ക് പോകുന്നതാണ്. എപ്പോഴത്തേക്കായിരിക്കും ഇത് പരിശോധന നടക്കുക? നാളെ തന്നെ നടക്കുമോ? ഇന്ന് തന്നെ നടക്കും. മിക്കവാറും ഇന്ന് തന്നെ. ഇപ്പം വില്ലേജ് ഓഫീസർ എന്തായാലും സ്ഥലത്തോട്ട് പോയിട്ടുണ്ട്. ഇന്ന് തന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ട് സ്ഥലത്തോട്ട്. ഇപ്പം തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിൽ എന്തെങ്കിലും ഇപ്പോൾ നമുക്കറിയാം ചൂരൽമലയിലൊക്കെ വലിയ അപകടം ഉണ്ടായതാണ്. ഈ നിങ്ങൾ പറയുന്ന ഈ സ്ഥലത്ത് തന്നെ ഒരു 3-4 ദിവസം മുമ്പ് ആ ഭാഗത്തെ മുഴുവൻ ജനങ്ങളെയും ഞങ്ങളെ ഒഴിപ്പിച്ച് കോട്ടനാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ
താമസിപ്പിച്ചിരുന്നതാണ്. അവർ അവിടുത്തെ മഴ കഴിഞ്ഞതിന് ശേഷം തിരികെ പോയിട്ടുള്ളതാണ്. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടിൽ പ്രധാനമായും ഇത് തന്നെ. ഇപ്പോൾ നമുക്കറിയാം, ഈ കുന്നമംഗലം വയലിൽ മുമ്പ് ഈ റിപ്പോർട്ട് വന്നതാണ്. കുന്നമംഗലം വയലിൽ ഈ സോയിൽ പൈപ്പിങ്ങും അതുപോലെ തന്നെ സോയിൽ ക്രീപ്പിംഗ് പ്രതിഭാസമൊക്കെ കണ്ടെത്തിയതാണ്. അപ്പോൾ അവിടെ വാസയോഗ്യമല്ല എന്നുള്ള റിപ്പോർട്ട് അന്ന് സെൻറ്റർ ഫോർ എർത്ത് ആൻഡ് സയൻസ് സ്റ്റഡീസിൻ്റെ ഒക്കെ പുറത്ത് വന്നതാണ്. അപ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അങ്ങനെ എന്തെങ്കിലും? അത് പരിശോധിക്കുന്നതേ ഉള്ളൂ. അത് നോക്കട്ടെ, അത് പരിശോധിച്ച് നോക്കട്ടെ. ശരി. ഏതായാലും ഇതിൻ്റെ പരിശോധനയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് തഹസിൽദാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ടതിനെ തുടർന്ന് ജില്ലാ കളക്ടർ റിപ്പോർട്ട് ആവശ്യപ്പെടുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഉടൻ തന്നെ ഒരു സംഘം അങ്ങോട്ട് തിരിക്കും, അവിടെ നിന്ന് പരിശോധനയും നടത്തും. വയനാട്ടിൽ നിന്ന് ക്യാമറാമാൻ അഖിലിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി 3 ആഴ്ച കഴിയുമ്പോഴും 119 പേരെ കാണാമറയത്താണിപ്പോഴും. തിരച്ചിൽ ഭാഗികമായി അവസാനിപ്പിച്ചെങ്കിലും മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ശുചീകരണ പ്രവർത്തനം നടക്കുകയാണ്. സംസ്ഥാനത്ത് 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നാളെ ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട്. കർണാടകയിലെ ശിരൂരിൽ തെരച്ചിലിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ കർണാടക മുഖ്യമന്ത്രിയെ കാണാനൊരുങ്ങി അർജുന്റെ കുടുംബം. ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ എത്തിക്കുന്നതിന് വൈകുന്നതിനെ തുടർന്നാണ് തീരുമാനം. ഈശ്വർ മൽപയ്ക്ക് സ്വന്തം നിലയിൽ തിരച്ചിൽ നടത്താൻ അനുമതി നൽകണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. അർജുൻ ഉൾപ്പെടെയുള്ള 3 പേർക്കായുള്ള തിരച്ചിലിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെയാണ് കുടുംബം മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയും അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെയും കാണാനൊരുങ്ങുന്നത്. പ്രധാനമായും ഡ്രഡ്ജർ കൊണ്ടുവരുന്നത് വൈകുന്നതാണ് ഇപ്പോൾ തിരച്ചിൽ പുനരാരംഭിക്കുന്നതിന് തടസ്സമാകുന്നത്. ഗോവയിൽ നിന്നും ഇത്തരത്തിൽ ഡ്രഡ്ജർ കൊണ്ടുവരണമെങ്കിൽ 1 കോടിയോളം രൂപ ചിലവ് വരും. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഈ ഡ്രഡ്ജർ ഈ ഗംഗാവലി പുഴയിൽ എത്തിക്കുക, ഇത് സംബന്ധിച്ചൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല. തീരുമാനം അനിശ്ചിതമായി നീളുന്നതോടെ തിരച്ചിലും നീളുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് DK ശിവകുമാറിനെയും സിദ്ധരാമയ്യയും കണ്ട് ഈ കാര്യം ബോധ്യപ്പെടുത്തി തിരച്ചിൽ വളരെ വേഗത്തിൽ ആരംഭിക്കണം എന്ന ഒരു തീരുമാനമായിരിക്കും കുടുംബം അറിയിക്കുക. ഇതിനായി ബന്ധുക്കൾ ഉൾപ്പെടെ വെള്ളിയാഴ്ചയോടുകൂടി ബംഗളൂരുവിലെത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കർണാടക മുഖ്യമന്ത്രിയെ കാണാനുള്ള ഒരു നീക്കം ഞങ്ങൾ നടത്തുന്നുണ്ട്. അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും തുടർ നടപടികൾ പെട്ടെന്ന് തന്നെ സ്വീകരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷയും നൽകും. അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്യും. ഗംഗാവലി പുഴയിൽ അടിയൊഴുക്ക് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കലക്ക് വെള്ളമായിരുന്നു കഴിഞ്ഞ ദിവസമെങ്കിൽ ഇപ്പോൾ തെളിഞ്ഞ വെള്ളമാണ് ഈ ഗംഗാവലി പുഴയിൽ. അതുമാത്രമല്ല കാലാവസ്ഥയും അനുകൂലമാണ്. ഈ കാലാവസ്ഥ ഇത്തരത്തിൽ അനുകൂലമായിരിക്കുന്ന സാഹചര്യത്തിൽ തിരച്ചിൽ തുടരുമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം ഈശ്വർ മൽപെ ഈ കുടുംബത്തെ കാണാൻ എത്തിയിരുന്നു. അദ്ദേഹം കുടുംബത്തെ കണ്ട് ആശ്വസിപ്പിച്ചു. അർജുന്റെ അമ്മയുമായി അദ്ദേഹം ഏറെ നേരം സംസാരിച്ചു. എന്തായാലും വൈകാരികമായ ഒരു നിമിഷമായിരുന്നു ഈ ഈശ്വർ മൽപെ വീട്ടിലെത്തിയപ്പോൾ ഉണ്ടായത്. പ്രധാനമായും ഈശ്വർ മൽപെ തിരച്ചിൽ നടത്തണം എന്ന അഭ്യർത്ഥനയുമായി കുടുംബം തന്നെയായിരുന്നു മുന്നോട്ട് വന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ശിരൂരിൽ ഇത്തരത്തിൽ ഈശ്വർ മൽപ ക്യാമ്പ് ചെയ്തായിരുന്നു ഈ തിരച്ചിൽ നടത്തിയത്. ഈശ്വർ മൽപയോടൊപ്പം 4ഓളം മുങ്ങൽ വിദഗ്ധരും ഉണ്ടായിരുന്നു. ഇവരെല്ലാം ചേർന്നാണ് ഈ അമ്മയെ കണ്ടത്. അമ്മയ്ക്ക് അദ്ദേഹം ഒരു ഉറപ്പും നൽകി. മകനെ ഏതായാലും അവസാനമായി ഒരു നോക്കുകയാണെങ്കിലും താൻ കൊണ്ടുവരും എന്ന ഒരു ഉറപ്പ് അദ്ദേഹം നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കേരള സർക്കാർ എന്തെങ്കിലും ഒരു ഡ്രഡ്ജിങ് മിഷൻ അവിടെ കൊണ്ടുവന്നിട്ട് ആ വണ്ടി എടുക്കുന്നു. അർജുനെ മേലെടുത്തിട്ട് പിന്നെ 2 പേർ അവിടെ തന്നെ പിന്നെ ലോക്കൽ ജഗന്നാഥ് അവിടെ തന്നെ ഉണ്ടെന്ന് നമുക്കൊരു ഓർമ്മയുണ്ട്. കണ്ടിപ്പായിട്ടും നിങ്ങളെല്ലാം സഹകാരം വേണം. സർക്കാർ സപ്പോർട്ട് നിങ്ങൾ ഇത്ര നിനക്ക് അർജുൻ്റെ ഒരു എല്ലാവരും പ്രാർത്ഥനയാക്കി കേരളക്കാർ. ಅದಕ್ಕೆ ನಾನು ಎಲ್ಲರಿಗೂ കൈയെടുത്ത് കുമ്പിടുവേ. അതേമാതിരി അർജുൻ ഇവിടെ കൊണ്ടുവരുന്നവർക്ക് നിങ്ങളെല്ലാം സപ്പോർട്ട് പണ്ണെന്നാണ് കൈയെടുത്ത് കുമ്പിടുവേ. എന്തായാലും വലിയ ആശങ്ക ഇപ്പോഴും തുടരുന്നു. ഏത് രീതിയിലുള്ള തെരച്ചിലാണ് ഇനി ഉണ്ടാവുക? ഏതായാലും ഈശ്വർ മൽപയ്ക്ക് സ്വമേധയാ തെരച്ചിൽ നടത്താനുള്ള അനുമതി നൽകണമെന്നൊരു ആവശ്യം കൂടി കുടുംബം കർണാടക സർക്കാരിനെ അറിയിക്കും. ഏതായാലും ജില്ലാ ഭരണകൂടം ഈ കാര്യത്തിൽ കൈയൊഴിഞ്ഞ അവസ്ഥയാണ്. കാരണം ഇത്രയും വലിയൊരു തുക ചെലവഴിക്കാൻ അവർക്ക് സാധിക്കില്ല എന്ന ജില്ലാ കലക്ടർ ഉൾപ്പെടെ വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി കർണാടക സർക്കാരാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത്. ഏതായാലും അർജുന് പുറമെ ലോകേഷും ജഗന്നാഥും 3 പേരെയാണ് കണ്ടെത്താനുള്ളത്. ജഗന്നാഥ്
പ്രസാദിന്റെ കുടുംബം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ പ്രതിഷേധമായിരുന്നു നടത്തിയത്. അതുകൊണ്ട് തന്നെ കർണാടക സർക്കാർ വലിയ സമ്മർദ്ദത്തിലായിട്ടുണ്ട്. ഈ ലോറി കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. ലോറിക്കകത്ത് ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം ഇപ്പോഴും ഉയരുന്നത്. ലോറിയുടെ പല വസ്തുക്കളും, അതായത് കയർ, ജാക്കി ഉൾപ്പെടെയുള്ള പല വസ്തുക്കളും കഴിഞ്ഞ ദിവസം ഈശ്വർ മൽപ്പ നടത്തിയ തിരച്ചിൽ കണ്ടെത്തുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീണ്ടും തിരച്ചിൽ വളരെ പെട്ടെന്ന് തന്നെ തുടങ്ങണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് തീരുമാനം ഈ ആഴ്ച തന്നെ ഉണ്ടായില്ലെങ്കിൽ കുടുംബം ശക്തമായ പ്രതിഷേധ പരിപാടിയിലൊക്കെ പോകാൻ ഒരുങ്ങുകയാണ്. മുഖ്യമന്ത്രിയെ കണ്ട് അതുപോലെ തന്നെ DK ശിവകുമാറിനെ കണ്ട് ഇതിന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബമുള്ളത്. MSF പ്രവർത്തകരെ പോലീസ് വേട്ടയാടുന്നു എന്ന ആരോപണവുമായി മലപ്പുറം യൂത്ത് ലീഗ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സംഘർഷത്തിൽ ഏകപക്ഷീയമായി MSF പ്രവർത്തകരെ തിരഞ്ഞുപിടിച്ച് അറസ്റ്റ് ചെയ്യുന്നുവെന്നാണ് ആരോപണം. പോലീസ് നടപടിക്കെതിരെ കൊണ്ടോട്ടി തേഞ്ഞിപ്പാലം പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്താനാണ് തീരുമാനം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് MSF SFI സംഘർഷങ്ങൾക്ക് തുടക്കം. ഇരുവിഭാഗങ്ങളിലെയും പ്രവർത്തകർക്ക് സംഘർഷത്തിൽ പരിക്കുപറ്റി. MSF നൽകിയ പരാതി അവഗണിച്ചുകൊണ്ട് പോലീസ് ഏകപക്ഷീയമായി MSF പ്രവർത്തകരെ മാത്രം തെരഞ്ഞുപിടിച്ച് അറസ്റ്റ് ചെയ്യുന്നു എന്നാണ് യൂത്ത് ലീഗ് ആരോപിക്കുന്നത്. യൂണിവേഴ്സിറ്റി യൂണിയന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന യൂണിയൻ ഓഫീസ് സെക്രട്ടറി സാജിദ് അലിയെ ഒരു മുറിയിൽ പൂട്ടിയിട്ട് SFIയുടെ ഗുണ്ടകൾ ക്രൂരമായിട്ട് ആക്രമിച്ചു. ആ ആക്രമണത്തിൽ അദ്ദേഹത്തിന് അപായപ്പെടുത്താനുള്ള ശ്രമമുണ്ടായി. ഭാഗ്യം കൊണ്ടാണ് സാജിദ് അലി രക്ഷപ്പെടുന്നത്. ഉടനെ തന്നെ തേഞ്ഞിപ്പലം പോലീസിൽ പരാതി കൊടുത്തു. പക്ഷെ ആ പരാതിയുടെ മേൽ ഈ നിമിഷം വരെ ആരെങ്കിലും അറസ്റ്റ് ചെയ്യുവാനോ വിളിച്ചു വരുത്താനോ ചോദ്യം ചെയ്യാനോ തെരഞ്ഞു പോകുവാനോ പോലീസ് തയ്യാറായിട്ടില്ല. പോലീസ് ഇത്തരത്തിൽ പെരുമാറുന്നത് അംഗീകരിക്കാനാകില്ല. യൂത്ത് ലീഗ് ഇതിനെ പ്രതിരോധിക്കും. SP ഓഫീസിലേക്കടക്കം മാർച്ച് നടത്തും. ഈ വെള്ളിയാഴ്ച വൈകുന്നേരം കൊണ്ടോട്ടി തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷനുകളിലേക്ക് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കും. യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു. ഈ രീതിയിൽ തന്നെയാണ് ജില്ലയിലെ പോലീസ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇപ്പൊ നിലവിൽ ഞങ്ങൾ ആലോചിച്ചിരുന്നത് എന്നോട് പറഞ്ഞു, ജില്ലയിലെ SP ഓഫീസ് ഉൾപ്പെടെ ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലേക്ക് ഉൾപ്പെടെ ജില്ലയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആലോചിച്ചിരുന്നത്. കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത MSF ജില്ലാ പ്രസിഡന്റ് കബീർ മുതുബർമടക്കമുള്ളവർക്ക് കഴിഞ്ഞ ദിവസമാണ് ജാമ്യം ലഭിച്ചത്. ന്യൂസ് 18 മലപ്പുറം. ഒരിടവേള കൂടി. പറഞ്ഞ പോലെ തന്നെ ഒന്നുകിൽ ഈ ഡ്രഡ്ജർ എത്തിച്ച് സർക്കാർ സംവിധാനങ്ങളോടുകൂടിയുള്ള തിരച്ചിൽ നടത്തുക, അതല്ലെങ്കിൽ സ്വതന്ത്രമായി ഈ കുടുംബത്തെ, അതായത് കേരളത്തിൽ നിന്നുള്ള നിരവധി ആളുകൾ ഇത്തരത്തിൽ ഈ തിരച്ചിൽ നടത്താൻ സന്നദ്ധമായി രംഗത്ത് വന്നിട്ടുണ്ട്. അവർക്ക് അതിനുള്ള അനുമതി നൽകുക, പ്രത്യേകിച്ച് ഈശ്വർ മൽപ്പയ്ക്ക് അതിനുള്ള അനുമതി നൽകുക എന്ന ആവശ്യമാണ് കുടുംബം ഉന്നയിക്കുന്നത്. അതിൽ അനുകൂലമായ നിലപാടുണ്ടാകുന്ന ഒരു പ്രതീക്ഷയുണ്ട്. KC വേണുഗോപാലുമായി ഇത് സംബന്ധിച്ച് ഇവർ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിച്ചെന്നാണ് കുടുംബം പറയുന്നത്. ആ ഒരു അവസാന പ്രതീക്ഷയിലാണ് ഇപ്പോൾ കുടുംബം. തിരികെ വാർത്തയിലേക്ക്. ഗുരുദേവ സ്മരണയിൽ കേരളം. ശ്രീനാരായണ ഗുരുവിന്റെ 170-ാം ജയന്തിയാണിന്ന്. ഗുരുവിന്റെ ജന്മഗൃഹമായ ചെമ്പഴന്തിയിലും വർക്കല ശിവഗിരിയിലും അരുവിപ്പുറത്തും ജയന്തി ആഘോഷങ്ങൾ തുടങ്ങി. ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലത്തിൽ രാവിലെ 10-ന് ദാർശനിക സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശനും ജയന്തി സമ്മേളനം വൈകിട്ട് 6:30 മുഖ്യമന്ത്രി പിണറായി വിജയനും ഉദ്ഘാടനം ചെയ്യും. പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് മുങ്ങുന്ന വിരുദ്ധനാണ് കൊല്ലം പരവൂർ സ്വദേശിയായ അഭിജിത്ത്. കഴിഞ്ഞ ദിവസം കോടതി നടപടികൾ പൂർത്തിയാകും മുൻപ് ജഡ്ജിയുടെ ചേംബറിനടുത്ത് നിന്ന് ഇയാൾ ഓടി രക്ഷപ്പെട്ടിരുന്നു. പിന്നീട് പ്രതിയെ ബാംഗ്ലൂരിൽ നിന്ന് പോലീസ് പിടികൂടിയത്. കസ്റ്റഡിയിൽ കിട്ടിയ പ്രതിയെ പോലീസ് മുറകളെല്ലാം മാറ്റിവെച്ചാണ് കൊല്ലം പോലീസ് കൈകാര്യം ചെയ്തത്. സൗഹൃദം പങ്കുവച്ചും പാട്ടുപാടിയും കോടതിയിലെത്തിച്ചു. വീണ്ടും പ്രതി മുങ്ങാതിരിക്കാനായിരുന്നു പോലീസിന്റെ ഇത്തരം പരീക്ഷണം. മഴയത്തും വെയിലത്തും പോകരുതേ നീ, നാടിന്റെ വെട്ടം കളയരുതേ. മഴയത്തും വെയിലത്തും പോകരുതേ നീ, നാടിന്റെ വെട്ടം കളയരുതേ. പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഏതു സമയവും കടന്നുകളയാനുള്ള കഴിവുണ്ട് അഭിജിത്തിന്. ഇത് മനസ്സിലാക്കിയ പോലീസുകാർ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും വരെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ കണ്ടെത്തിയ മാർഗമാണിത്. അഭിജിത്തിനെ പോക്സോ കേസിൽ ഓഗസ്റ്റ് 2-നാണ് പരവൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത്. 9-ന് കൊല്ലം കോടതിയിൽ മറ്റൊരു കേസിന്റെ കസ്റ്റഡിയിൽ ഹാജരാക്കിയപ്പോൾ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് കടന്നുകളയുകയായിരുന്നു.
പ്രതിയുടെ കഴുത്തിൽ ചിത്രശലഭത്തിന്റെ മാതൃകയിൽ പച്ചകുത്തിയിരുന്നു. ഈ ചിത്രം സ്പെഷ്യൽ ബ്രാഞ്ച് കൈമാറിയതോടെയാണ് പ്രതിയെ പിടികൂടാൻ സാധിച്ചത്. കൊല്ലം പരവൂർ സ്വദേശിയാണ് 21 വയസ്സുള്ള അഭിജിത്ത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളോട് അശ്ലീലം പറഞ്ഞ ഇയാളെ കഴിഞ്ഞ മാസം 2-നാണ് പരവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി 2-ൽ വെച്ച് ജഡ്ജി ചേംബറിനടുത്തേക്ക് വിളിച്ച് മൊഴിയെടുക്കുന്നതിനിടെയാണ് പോക്സോ കേസ് പ്രതി കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. പോലീസ് പ്രതിയുടെ അമ്മയുടെ മൊബൈൽ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഫോൺ ചെയ്തതായി കണ്ടെത്തിയത്. തുടർന്ന് ബംഗളൂരുവിൽ വെച്ച് റെയിൽവേ പോലീസ് പിടികൂടി കൊല്ലം പോലീസിന് കൈമാറുകയായിരുന്നു. അഭിജിത്തിനെ കൊല്ലം കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. 70-കാരിയുടെ ഡയറിക്കുറിപ്പുകൾ പുസ്തകമാക്കിയപ്പോൾ അതൊരു നാടിന്റെ ചരിത്രമായി മാറി. കോഴിക്കോട് കക്കാട് സ്വദേശിനി പാറക്കൽ ആമിനയുടെ ഡയറിക്കുറിപ്പുകളാണ് കോന്തലക്സ്റ്റികൾ എന്ന പേരിൽ പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചത്. പുസ്തകമാക്കണമെന്ന് കരുതിയല്ല കാരശ്ശേരി കക്കാട് സ്വദേശിനിയും 70-കാരിയുമായ പാറക്കൽ ആമിന ഡയറി എഴുതിയത്. അർബുദത്തെ തുടർന്ന് ഒരു വൃക്ക എടുത്തുമാറ്റിയ ആമിന ഉറക്കക്കുറവും തീവ്രമായ വേദനയും മറികടക്കാനാണ് എഴുതി തുടങ്ങിയത്. കുട്ടികൾ ഉപേക്ഷിച്ച് പഴയ ഡയറികൾ ശേഖരിച്ച് ആമിന തന്റെ ചെറുപ്പകാലത്തെ അനുഭവങ്ങളും ഉമ്മ പറഞ്ഞു തന്ന കഥകളും ഡയറിയിൽ എഴുതി. സ്വന്തം ഗ്രാമമായ കക്കാടും ഇരവഴിഞ്ഞിപ്പുഴയിലെ മീൻപിടുത്തവും മരക്കച്ചവടവും കണക്കധ്യാപകൻ കാണിച്ച ക്രൂരതകളുമെല്ലാം ഡയറിയിൽ കുറിച്ചിട്ടു. എന്നാൽ ഈ എഴുത്തുകളൊന്നും ആമിന ആരെയും കാണിച്ചിരുന്നില്ല. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ള ആമിന തന്റെ അക്ഷരത്തെറ്റുള്ള എഴുത്ത് മക്കളെ കാണിക്കാനും മടിച്ചു. വീട് പെയിന്റിങ്ങിനായി ഒഴിച്ചപ്പോൾ ആമിനയുടെ ഡയറികൾ മകന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ഡയറി പൂർണ്ണമായും വായിച്ച മകൻ ഇതൊരു ഗ്രാമത്തിന്റെ കഥയും ചരിത്രവുമാണെന്ന് തിരിച്ചറിയുകയും മാതൃഭൂമി ബുക്സ് വഴി കോന്തലിസകൾ എന്ന പേരിൽ പുസ്തക രൂപത്തിലാക്കി പ്രസിദ്ധീകരിക്കുകയുമായിരുന്നു. എനിക്ക് കാര്യമായിട്ട് എനിക്ക് എഴുതണം, ആൾക്കാരറിയണം, നാടറിയണം എന്ന് വിചാരിച്ച സംഗതി എൻ്റെ പഠനം മുടങ്ങിപ്പോയതാണ്. എൻ്റെ പഠനം മുടങ്ങിപ്പോയതിന് ഉസ്താദിന് നല്ലോണം അറിയാം. ഏത് പഠിക്കാത്ത കുട്ടികളെയും വിളിച്ചു കൊണ്ടുപോയി പഠിപ്പിക്കുകയും അതിന് വേണ്ടിയ പ്രോത്സാഹനം ചെയ്യുന്ന ആളാണ് എൻ്റെ ഉപ്പ. ബാഗ് വാങ്ങി കൊടുക്കുക, കുട വാങ്ങി കൊടുക്കുക, പുസ്തകം വാങ്ങി കൊടുക്കുക ഒക്കെ. അത് ഉസ്താദിനോട് ചോദിച്ചാൽ മതി. അപ്പോൾ അങ്ങനത്തെ ഉപ്പൻ്റെ ഒരു മോള് ഞാൻ പഠിക്കാതെ എൻ്റെ പഠനം മുടങ്ങിപ്പോയല്ലോ. ഒരു പരീക്ഷ അടുപ്പിച്ച് ഒരു കണക്ക് കേട്ടേത്ത് തന്നതിൽ ഒരു കണക്ക് തെറ്റേനാണ് എൻ്റെ മാഷ് എന്നോട് പറഞ്ഞത്. വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണമെന്നറിയോ ആമിന, ഈ ഭൂമിയിൽ ജീവിക്കാൻ പാടില്ല, കയറെടുത്ത് കഴുത്തിൽ കെട്ടിയിട്ട് എകർത്ത് കെട്ടി ചാടണം, എന്നിട്ട് കൊല്ലി പൊട്ടി ചത്തു പോകണമെന്ന് എന്നോട് പറഞ്ഞതാ. എകരം കയറാൻ ആമിനക്ക് വാരുണ്ടെങ്കിൽ തിരുമ്പുന്ന കല്ലെടുത്തിട്ട് കരുമലി കെട്ടിയിട്ട് കഴുത്ത് കെട്ടിയിട്ട് കിണറിലേക്ക് എടുത്ത് ചാടണം, പിന്നെ അതിന് പൊന്തരുത്, ചത്തു പോകണം തന്നെ. ഒരു പഠിപ്പിക്കുന്ന മാഷാണ് എന്നോട് പറയുന്നത്. ഞാൻ അവസാനം കുറച്ച് കുറിച്ചിട്ടുണ്ട്. മാഷ പേരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, എന്നാലും ഇത് ആളറിയണം, നാടറിയണം വിചാരിച്ച് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അവസാനത്തിൽ. കഴിഞ്ഞ ദിവസം കക്കാടങ്ങാടിയിൽ പൗരാവലി ഒരുക്കിയ പ്രകാശന ചടങ്ങിൽ 100 കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ നോവലിസ്റ്റ് BM സുഹറ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനായ സുധീർ K നായർക്ക് പുസ്തകം നൽകി പ്രകാശനം ചെയ്തു. ചടങ്ങിൽ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ ആമിനെയും പുസ്തകത്തിലെ കഥാപാത്രങ്ങളായ ഇത്തിരുമ്മ കാരശ്ശേരി, MT മുഹമ്മദ് കുട്ടി, PM മുഹമ്മദ് മൗലവി എന്നിവരെയും ആദരിച്ചു. ഇത്തിരിയുമ്മയുടെ പാട്ട് ചടങ്ങിന് മാറ്റുകൂട്ടി. ന്യൂസ് 18 മുക്കം. കൃഷിയിൽ വിജയഗാഥ തീർക്കുകയാണ് കോതമംഗലത്തെ 2 യുവാക്കൾ. വിവിധ പഴവർഗ്ഗങ്ങളാണിവർ കൃഷി ചെയ്യുന്നത്. വ്യാവസായിക അടിസ്ഥാനത്തിലാണ് കൃഷി. പൈനാപ്പിളും റംബൂട്ടാനും അടക്കമുള്ള പഴങ്ങളും വിവിധയിനം പച്ചക്കറികളും ഈ തോട്ടത്തിൽ സമൃദ്ധമായി വിളയുന്നു. സിബി ജോർജ്, ഗ്രീൻ വിൽസെന്റ് എന്നിവരാണ് കൃഷി നടത്തുന്നത്. 1.5 ഏക്കറോളം സ്ഥലത്ത് പാവൽ, പയർ, പടവലം, വെണ്ട, കപ്പ, വഴുതന തുടങ്ങിയവയാണ് ഇവിടെ നട്ടു വളർത്തുന്നത്. ഇപ്പോൾ 2ാം ഘട്ട വിളവെടുപ്പാണ് നടക്കുന്നത്. ജൈവരീതിക്ക് പ്രാധാന്യം നൽകിയാണ് കൃഷി. നമ്മളിപ്പോൾ പച്ചക്കറി കൃഷിയിലേക്ക് ഇറങ്ങിയേക്കാണ്. ഇതിപ്പോൾ ഞങ്ങൾ 1.5 ഏക്കർ സ്ഥലം വിലയ്ക്ക് വാങ്ങിച്ച്, ഇത് ലീസിനല്ല, വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്ന സ്ഥലമാണ്. പച്ചക്കറി കൃഷി ചെയ്യാനാണ്. പടവലം, പാവല്, പയർ, വെണ്ട, കപ്പ, വഴുതന അങ്ങനെ എല്ലാ ഐറ്റവും ഇതിനകത്തുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ പ്രാവശ്യം ആദായം എടുത്ത് നല്ല രീതിയിലാണ് കൃഷി പോകുന്നത്. നല്ല രീതിയിൽ ആദായം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ യുവാക്കൾ ഈ മേഖലയിലേക്ക്, കൃഷി മേഖലയിലേക്ക് കടന്നു വരുന്നില്ലാത്തൊരു സമയമാണ്. ഞങ്ങളുടെ രണ്ടുപേരെയും അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ യുവാക്കളെല്ലാവരും കൃഷിയിലേക്ക് വരണം. എല്ലാവരും പുറത്തേക്ക് പോകണ ഒരു രീതിയാണ് കാണുന്നത്. കൃഷിയിലേക്ക് ഇറങ്ങുന്ന ഒരു രീതി കാണുന്നില്ല. ഞങ്ങൾ അതിന് എല്ലാ അഭിപ്രായങ്ങളും പറഞ്ഞു കൊടുക്കുന്നതാണ്. ചെറുപ്പക്കാർക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ്. ഇരുവരുടെയും പ്രവർത്തനം മാതൃകാപരമാണെന്ന് പോത്താനിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സജി K വർഗീസ്. ഇന്ന് കാർഷിക മേഖലയിൽ നിന്ന്
ചെറുപ്പക്കാരും നമ്മുടെ യുവതലമുറയും അകന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വളരെ മാതൃകാപരമായിട്ട് നമ്മുടെ പോത്താനിക്കാട് 2 യുവ കൃഷിക്കാർ ജൈവ രീതിയിൽ വിപുലമായ പച്ചക്കറി കൃഷി നടത്തി വരികയാണ്. മറ്റ് സംസ്ഥാനങ്ങളെ നമ്മൾ പച്ചക്കറിക്കും മറ്റ് ഉൽപ്പന്നങ്ങൾക്കും വേണ്ടി ആശ്രയിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവരുടെ പ്രവർത്തനം ഈ സമൂഹത്തിന് വളരെയേറെ മാതൃകയാണ്. ഈ പുഴയുടെ തെക്കൻ പുഴയുടെ തീരത്ത് സ്ഥിരമായ പന്തൽ ഉപയോഗിച്ച് ജൈവ കൃഷിയിൽ ഇവർ ചെയ്യുന്ന പാവല്, പടവല്, വെണ്ട, വഴുതന അടക്കമുള്ള എല്ലാ കൃഷികളും, പയറ് അടക്കമുള്ള എല്ലാ കൃഷികളും ചെയ്തു വരുന്നത് നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ മാതൃകാപരമാണ്. ഇതുപോലെ ഈ പോത്താനിക്കാട് പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ ജൈവ കൃഷിയും പച്ചക്കറി കൃഷിയും എല്ലാ കൃഷികളും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ പഞ്ചായത്തിൻ്റെ നയം. കൃഷിവകുപ്പിന്റെ എല്ലാ പിന്തുണയും ഇവർക്കുണ്ട്. എറണാകുളം ജില്ലയിലെ ഏറ്റവും കൂടുതൽ കൃഷിയുള്ള ഒരു ബ്ലോക്കാണ് കോതമംഗലം ബ്ലോക്ക്. കോതമംഗലം ബ്ലോക്കിലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ കാർഷിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പഞ്ചായത്താണ് പോത്താനിക്കാട് പഞ്ചായത്ത്. ധാരാളമായിട്ട് ഇവിടെ പച്ചക്കറിയും വാഴയും ഒക്കെ കൃഷി ചെയ്ത് വരുന്നുണ്ട്. അപ്പം ഈ മഴക്കാലത്ത് നമ്മുടെ പോത്താനിക്കാട് പഞ്ചായത്തിൽ 2 യുവ കർഷകർ, ശ്രീ സിബിയും ശ്രീ ഗ്രീനും, നല്ല രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്തിരിക്കുകയാണ്. പാവല്, പടവലം, പയറ്, വഴുതന, അങ്ങനെ എല്ലാത്തരം പച്ചക്കറികളും മികച്ച രീതിയിൽ കൃഷി ചെയ്ത് നല്ലൊരു ഉൽപാദനം സാധ്യമാക്കിയിരിക്കുകയാണ്. മഴക്കാലമാണെങ്കിൽ തന്നെയും നല്ലൊരു വിളവ് അവർക്ക് ലഭിച്ചു. കൃത്യമായ പരിചരണ മുറകൾ കൃത്യമായി നൽകിയത് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു മികച്ച നേട്ടം നേടാനായത്. കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ വിവിധ പദ്ധതികളിൽ, പച്ചക്കറി കൃഷി വികസന പദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തി ഇവർക്ക് ഇതിനുള്ള സഹായം നൽകുന്നതാണ്. അതുകൂടാതെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ വിവിധ പദ്ധതികളുടെ സഹായം ഇവർക്ക് ലഭ്യമാക്കുന്നതാണ്. പോത്താനിക്കാട് നടന്ന പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് നിർവഹിച്ചു. ന്യൂസ് 18 കോതമംഗലം. പൂമ്പാറ്റയോട് കളിച്ചും ചിരിച്ചും കൂട്ടുകൂടി നടക്കുന്ന ഒരു പെൺകുട്ടിയെ പരിചയപ്പെടാം. മലപ്പുറം തമ്പുരാട്ടിക്കല്ലിലെ 5ാം ക്ലാസ്സുകാരിയായ അഭിനയ്ക്കാണ് പുതിയ ചങ്ങാതിയെ കിട്ടിയത്. മുണ്ടേരി തമ്പുരാട്ടിക്കല്ലിലെ 5ാം ക്ലാസ്സുകാരി അഭിനയ്ക്ക് കഴിഞ്ഞ ദിവസമാണ് ചങ്ങാതിയായി പൂമ്പാറ്റയെ കിട്ടിയത്. തവിട്ട് നിറത്തിൽ വെള്ളപ്പൊട്ടുകളുള്ള പൂമ്പാറ്റ വീട്ടിലേക്കുള്ള വരവ് പതിവാക്കിയിരിക്കുകയാണ്. വീടിനകത്തും പുറത്തും അഭിനയെ തേടി നടക്കും. കൈ ഇരിക്കാൻ പാകത്തിൽ ഉയർത്തിവെച്ചാൽ പൂമ്പാറ്റ ഉടൻ കയ്യിൽ വന്നിരിക്കും. വീട്ടിൽ അഭിനയോട് മാത്രമാണ് ഈ ചങ്ങാത്തം. സ്കൂളില്ലാത്ത സമയങ്ങളിലെല്ലാം പൂമ്പാറ്റയോട് കളിച്ചും ചിരിച്ചും കൂട്ടുകൂടി നടക്കുകയാണ് അഭിനയ. പൂമ്പാറ്റയുമായുള്ള ഈ അപൂർവ സൗഹൃദം വീട്ടുകാർക്കും കൗതുകമായിരിക്കുകയാണ്. ന്യൂസ് 18 മലപ്പുറം. ഗൃഹോപകരണ വിപണന രംഗത്ത് 35 വർഷത്തെ സേവന പാരമ്പര്യവുമായി പിട്ടാപ്പിള്ളി ഏജൻസിന്റെ പുതിയ ഷോറൂം അടൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. പത്തനംതിട്ട അടൂർ വടക്കേടത്ത് കാവിലാണ് പുതിയ ഷോറൂം. പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിന്റെ 80ാമത് ഷോറൂമാണ് അടൂർ വടക്കേടത്തുകാവിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഷോറൂമിന്റെ ഉദ്ഘാടനം ഏറത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് ചാത്തന്നപ്പുഴ നിർവഹിച്ചു. പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ, ഫ്രാൻസിസ് പിട്ടാപ്പള്ളിയിൽ, അജോ പിട്ടാപ്പള്ളിയിൽ, സിസ്ലി പോൾ, MJ തങ്കച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു. മുൻ വർഷങ്ങളെ പോലെ തന്നെ ഈ ഓണത്തിനും ധാരാളം ഓഫറുകൾ പിട്ടാപ്പള്ളിയിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ കസ്റ്റമേഴ്സിന് സമ്മാനങ്ങൾ ലഭിക്കത്തക്ക രീതിയിൽ 10,000 കസ്റ്റമേഴ്സിന് ഓണത്തിന്റെ ഓഫർ സമ്മാനങ്ങൾ ലഭിക്കത്തക്ക രീതിയിലാണ് ഈ വർഷത്തെ ഓണാഘോഷം ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആഘോഷങ്ങളെല്ലാം ഓണായി, ഓഫല്ല, എല്ലാവിധ ഓഫറുകളും പിട്ടാപ്പള്ളിയിൽ ഓണാണ്. ഇതാണ് ഈ ഓൺ ആഘോഷം എന്ന ക്യാമ്പയിന്റെ തന്നെ ലക്ഷ്യം. ഓണം ഓഫറിന്റെ ഭാഗമായി തിരഞ്ഞെടുക്കുന്ന 10,000 വിജയികൾക്ക് TV, മൊബൈൽ ഫോൺ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ ഫെഡറൽ ബാങ്ക് കാർഡ് കസ്റ്റമേഴ്സിന് 10% വരെയുള്ള ക്യാഷ് ബാക്ക് ഓഫറും ലഭ്യമാണ്. ന്യൂസ് 18 പത്തനംതിട്ട. വാർത്താരംഭം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സിൽ രഞ്ജിത് രാമേന്ദ്രൻ ചേരും. നമസ്കാരം. വരും ദിവസങ്ങളിൽ